ഗർഭത്തിൽ ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ ഗർഭിണിയായി എന്നറിഞ്ഞാൽ ഓതേണ്ട സൂറത്ത് യൂനുസിലെ ആദ്യം മുതലുള്ള 3 ആയത്ത് ഓതണം, ആയത്തുൽ കുർസി ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഇത്ര ഓതണം. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു കൊടുത്താണിത്. ഇവിടെ ആരോ ഉള്ള സമയത്ത് സീരിയൽ കണ്ട് തീർക്കാൻ സമയമില്ല. പിന്നെ ഇവിടെ വാത്യ ഓതാൻ പോണത്, പിന്നെ ഇവിടെ ആയത്തെക്കുറിച്ച് ഓതാൻ പോണത്. മോളെ ഗർഭിണികളായ സഹോദരി, നീ ഗർഭം ചുമന്നിരിക്കുന്ന സമയത്ത് നീ എന്ത് പ്രവൃത്തിയാണോ കൂടുതൽ ചെയ്യുന്നത് അതായിരിക്കും നിന്റെ മകൻ അല്ലെങ്കിൽ നിന്റെ മകൾ ഏറ്റെടുക്കാൻ പോകുന്നത്. നീ കൂടുതൽ സിനിമയോടും കളിയോടും പാട്ടിനോടും താല്പര്യം പ്രകടിപ്പിച്ചിട്ടാണോ നിന്റെ ആ 10 മാസം നീ കഴിച്ചു കൂട്ടിയതെങ്കിൽ അതേ അവസ്ഥയിലായിരിക്കും ആ കുട്ടിയും വളർന്നു വരിക എന്ന കാര്യം നീ മറന്നു പോകണ്ട. ആ കുട്ടി നിനക്ക് ഉപകാരപ്പെടുകയില്ല. ആ കുട്ടി നിനക്ക് ഉപകാരപ്പെടണമെങ്കിൽ നീ ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ആ വയറ്റിൽ കൈവച്ചിട്ട് പടച്ചവനെ നീ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ നൽകിയാൽ നിന്നോട് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും പടച്ചവനെ എന്ന ദുആ നിങ്ങൾ ചെയ്താൽ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബിലി മിനസ് ഉമ്മ, സഹോദരി, ആ കുട്ടിയെ കൊണ്ട് മരണം വരെയും മരണശേഷവും നിങ്ങൾക്ക് ഉപകാരമുണ്ടാകും. വല്ലാഹി സത്യം, ഉപകാരം ഉണ്ടാവും. ഇതൊക്കെ ആരാ ഇപ്പോൾ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആരാ പറയുന്നത്? ഇതില്ലാതെ വന്നതാണ് നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പിഴച്ചു പോകുന്നത്. വിളിച്ചാൽ ഇങ്ങോട്ട്, വിളിച്ചാൽ അങ്ങോട്ട് ഓടിപ്പോകും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, വലദുസൂ യഹ്ദിമു സലഫാ വലദുസൂ യഹ്ദിമു ശറഫാ വയുശയ്യിനു സലഫാ. മോശമായ സന്താനം സമുദായത്തില് തന്റെ കുടുംബത്തിന്റെ തറവാടിത്തത്തിന്റെ പേരിന് കേടുവരുത്തുന്നവരായിരിക്കും കേട്ടോ. മുൻഗാമികളായ നമ്മുടെ മഹാരഥന്മാരെ കുറിച്ച് അപകീർത്തി പറയുന്നവരാണ് അവർ. അനാവശ്യം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരായിരിക്കും അവർ. വളരെ മോശമായ സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കും. വലതു മോശമായ മക്കൾ. അള്ളാഹു ആ മക്കൾ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ദുആ ചെയ്യുന്ന മക്കളെ വേണം. അങ്ങനെ ഒരു മക്കൾ ഉണ്ടെങ്കിലേ ഉപ്പാൻ്റെ മരണസമയത്ത് ഉപ്പയെ ഒന്ന് കുളിപ്പിക്കാൻ, ഉപ്പയെ ഒന്ന് മയ്യത്ത് നിസ്കരിപ്പിക്കാൻ, ഉപ്പയുടെ സ്വന്തം കൈകൊണ്ട് ഉപ്പയെ ഒന്ന് ഖബറിലേക്ക് ഇറക്കി വയ്ക്കാൻ, ആ ഉപ്പയുടെ അരികിൽ നിന്ന് ആത്മാർത്ഥമായി കരഞ്ഞൊരു സിയാറത്ത് ചെയ്യാൻ, ഒരു ദുആ ചെയ്യാൻ ഒരു മകനെ നമ്മൾ വാർത്തെടുത്തെങ്കിലേ അത് സാധ്യമാവുകയുള്ളൂ. അത് മരിച്ച ശേഷം ഖബറിനകത്ത് പോയിട്ട് നോക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, അത് കാര്യമല്ല. അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ നാളെ മരിച്ചു പോകുന്നവരാണ്. ഈ മരണപ്പെട്ടു പോകുമ്പോൾ ആ മരണപ്പെട്ടതിന് ശേഷവും നമ്മുടെ ഖബറിൽ സന്തോഷത്തോടെ നമ്മൾ കിടക്കണമെങ്കിൽ ഈ മകന്റെ ദുആ, ഈ മകളുടെ ദുആ ഏറ്റവും വലിയ കാര്യം അതാണ്. തൻ്റെ കണ്ണ് കുളിർമയുള്ളതാകണം. അതുകൊണ്ടാണ് ഗർഭിണികളായിരിക്കുന്ന സമയത്ത് അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഉപദേശം എന്നറിയോ? ഗർഭിണികളായ പെണ്ണുങ്ങൾക്ക് മറിയം ബീവിക്ക് കൊടുത്ത ഉപദേശമാണ്, കുലി വശറബി വഖരി ഐനാ, കുലി വശറബി, തിന്നണം കുടിക്കണം, വെള്ളം ശരിക്കും കുടിക്കണം ഗർഭിണികൾ, നല്ല പോഷകാഹാരങ്ങൾ കഴിക്കട്ടെ. കണ്ടോ, കണ്ണ് കുളിർമയുള്ളതാകും. കണ്ണ് കുളിർമയുള്ള മക്കളെ അള്ളാഹു തരും അതിലൂടെ. അങ്ങനെ കൊടുത്തില്ലേ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ചില്ലേ മറിയം ബീവിക്ക്? അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ, പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികളായിരിക്കുമ്പോൾ ജോലി ചെയ്യണം, എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മറിയം ബീവിക്ക് അള്ളാഹു വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിത് അലൈക റുതബൻ ജനിയാ എന്ന് പറഞ്ഞാൽ ആ മടൽ ഇങ്ങോട്ട് പിടിച്ച് വലിക്ക്, നിനക്ക് ഇഷ്ടമുള്ള ഈത്തപ്പഴം കിട്ടും. പക്ഷെ ഇപ്പൊ ഗർഭിണികൾ ഈത്തപ്പഴം തിന്നരുതെന്നാ പറയുന്നത്. അന്ന് അല്ല പറഞ്ഞത് ഗർഭിണിയായ മറിയമിനോട് ഈത്തപ്പഴം തിന്നാനാ പറയുന്നത്. നമ്മളിപ്പോൾ ആര് പറഞ്ഞാൽ കേൾക്കും? നമ്മളല്ല പറയുന്നതിനേക്കാൾ ഇവിടെ ഡോക്ടർ പറയുന്നത് ഞങ്ങൾ കേൾക്കുള്ളൂ ഉസ്താദേ. അതൊക്കെ നിങ്ങൾ പറയും, നിങ്ങൾ ഈത്തപ്പഴം കൂടി ഈത്തപ്പഴം തിന്നെ. അല്ല പറഞ്ഞ് മറിയം ബീവിയോട്, മറിയമേ പ്രസവേരെടുത്ത് കിടക്കണേ, അതിനിങ്ങോട്ട് പിടിച്ച് വലിക്ക്. ഗർഭിണിയായിരിക്കുന്ന മറിയമ്മനോട് ജോലി ചെയ്യാൻ പറയുക, അത് ഈത്തപ്പഴത്തിൻ്റെ മടൽ പിടിച്ചോട്ട് വലിക്കാൻ. ഇന്ന് നമ്മൾ ഗർഭിണിയായിരിക്കുന്ന പെണ്ണിനോട് റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്. ചുമ്മാല്ല പ്രസവിക്കാത്ത.
റെസ്റ്റ് എടുക്കാനാ പറയുന്നത്. ഒരു ഗർഭിണിയായ പെണ്ണിന് എന്തൊക്കെ വേണമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു കൊടുക്കാണ്. അവള് ജോലി ചെയ്യണം, അവള് നടക്കണം, അവള് വെള്ളം ശരി. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. നമ്മൾ ഈ ഖുർആൻ പറയുന്നത് കേൾക്കോ, ഡോക്ടർ പറയുന്നത് കേൾക്കുവോ? ഡോക്ടർ പറയുന്നത് കേൾക്കുള്ളൂ. പക്ഷെ പ്രസവിക്കാൻ താമസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാരുടെ അടുത്ത് പറഞ്ഞു വല്ല ദുആയുണ്ടോ ഉസ്താദേ, വല്ല ദുആയുണ്ടോ ഉസ്താദേ, അവിടെ നമുക്ക് ദുആ വേണം, അവിടെ നമുക്ക് ദുആ വേണം. അതും അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പ്രസവിക്കാനുള്ള ദുആയുണ്ട്. സുമ്മ സബീല യസ്സറ എന്ന് നമ്മളിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കണം. ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ പടച്ചോനെ നീ എളുപ്പമാക്കണേ, എളുപ്പമാക്കണേ, എളുപ്പമാക്കണേ. ഇദാ സമാഉൻ ഷഖ്ഖത് വഅദിനത് ലറബ്ബിഹാ വഹുഖത് വഇദൽ അർളു മുദ്ദത് വൽഖത് മാ ഫീഹാ വതഖല്ലത് വഇദൽ അർളു മുദ്ദത്. ഈ ഇൻഷിഖാഖിലെ 5 ആയത്ത് ഓതണം ഒരു ഗർഭിണിയായ പെണ്ണ് പ്രസവിക്കാൻ. 5 ആയത്ത് ഓതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അത് ഒരിക്കലും നമ്മൾ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതാണ് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയുള്ള ദുആ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ എല്ലാവരും ചെയ്യണം കേട്ടോ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒരിക്കലും നമ്മളത് വിടാൻ പാടില്ല, ഒരു കാരണവശാലും നമ്മളത് ഒഴിവാക്കാൻ പാടില്ല. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നുണ്ട്, ഒരു സ്വാലിഹായ സന്താനത്തിന്റെ അടയാളം അവൻ ദുആ ചെയ്യാൻ വേണ്ടി കൈകൾ പൊക്കിയാൽ, വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി അവൻ ദുആ ചെയ്താൽ അവൻ സ്വാലിഹായ അടിമയായി രേഖപ്പെടുത്തപ്പെടുമത്രേ. ആരാണോ ദുആ ചെയ്യുന്നത് ആ ദുആയിൽ മാതാപിതാക്കളെ ചർച്ച ചെയ്തില്ലയോ, പരാമർശിച്ചില്ലയോ, അവന്റെ ദുആയ്ക്ക് ഇജാബത്തില്ല കേട്ടോ. അവൻ സ്വാലിഹായ സന്താനമേ അല്ല. ഭാര്യ ദുആ ചെയ്യുമ്പോൾ ആദ്യം ദ്വാരക്കേണ്ടത് ആർക്കാണ്? ഭാര്യ ദുആ ചെയ്യുമ്പോൾ ആദ്യമായി ദുആ ചെയ്യേണ്ടത് ഭർത്താവിന് വേണ്ടിയിട്ടാണ്, അവൾക്ക് വേണ്ടിയിട്ടല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ ദുആ ചെയ്യുമ്പോ സുമ്മ തദഉ ലിനഫ്സിഹാ ഔ തദഉ സുമ്മ തദഉ ലിസൗജിഹാ. ഏതെങ്കിലും ഒരു പെണ്ണ് ദുആ ചെയ്യുമ്പോ ആദ്യമായി തന്റെ തടിക്ക് വേണ്ടി, തന്റെ നഫ്സിന് വേണ്ടി, തന്റെ ശരീരത്തിന് വേണ്ടി ദുആ ചെയ്തിട്ട് സുമ്മ തദഉ ലിസൗജിഹാ, പിന്നീടാണ് തന്റെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്യുന്നതെങ്കിൽ അവളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവളുടെ ദുആ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും. ഒരു പെണ്ണ്, ഒരു ഭാര്യ ദുആ ചെയ്യുമ്പോൾ ആദ്യം ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ തന്റെ ഭർത്താവിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ഹിദായത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യ സലാമത്ത് നൽകണേ അല്ലാ. എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ, ഭാര്യമാര് തന്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിൽ വീഴ്ച വരുന്നത് കൊണ്ടാണ് ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത്. വിധവകൾ അധികമല്ലേ? കൊറോണയിൽ പോലും മരണപ്പെട്ടതിൽ അധികവും ചെറുപ്പക്കാരല്ലേ? ഒരുപാട് വിധവകൾ അധികരിച്ചിരിക്കുകയാണ്, ഒരുപാട് യതീമായ മക്കൾ അധികരിച്ചിരിക്കുകയാണ്. എന്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭർത്താക്കന്മാരെ വെയിലത്ത് കഷ്ടപ്പെടുമ്പോ, വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുമ്പോ അവരെ വഞ്ചിക്കരുത് കേട്ടോ. അവർക്ക് ദുആ ചെയ്യാതെ മറന്നു പോകരുത് കേട്ടോ. അവർക്ക് കൊടുക്കേണ്ട സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെക്കരുത് കേട്ടോ. അവര് ജീവിക്കുന്നത് എന്റെ ഭാര്യ എന്നോർത്തിട്ടാണ്, എന്റെ സന്താനം എന്നോർത്തിട്ടാണ്. പടച്ചവരെ, ഞാൻ പട്ടിണി കിടന്നാലും എന്റെ മകള് പട്ടിണി കിടക്കരുത്, എന്റെ ഭാര്യ പട്ടിണി കിടക്കരുത്, എന്റെ മകൻ പട്ടിണി കിടക്കരുത്. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ എന്ന് ഭർത്താവ് ദുആ ചെയ്യുമ്പോ, ഈ നാട്ടിലുള്ള പൊന്നുപെങ്ങളെ, നിന്റെ ഭർത്താവ് നിന്നേക്കാൾ കൂടുതൽ കാലം ജീവിക്കണേ എന്ന് നീ കരുതിയിട്ട് ദുആ ചെയ്യണേ. അങ്ങനെ ദുആ ചെയ്യാത്തത് കൊണ്ടാകാം കൂടുതൽ ചെറുപ്പക്കാർ അറ്റാക്ക് വന്ന് ചെയ്യട്ടെ. നമുക്ക് വേണ്ടി അത് ചെയ്യട്ടെ, നമുക്ക് വേണ്ടി ആദ്യം ദുആ ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മറക്കണ്ട. ഭാര്യ ഭർത്താവിന് ദുആ ചെയ്യാനും, ഭർത്താവ് ഭാര്യയ്ക്ക് ദുആ ചെയ്യാനും, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനും, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാവരും ചെയ്തോണം. ഒന്ന്, മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ,
ആ ദുആ എല്ലാവരും ചെയ്യണം. ഇനി ഭാര്യ ഭർത്താക്കന്മാര് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് എങ്ങനെയാണ്? ഭാര്യ ഭർത്താക്കന്മാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഭാര്യയായി, മക്കളായി, ഭർത്താവായി, അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളെ നീ കൺകുളിർമയുള്ളവരാക്കണം. ഞങ്ങൾക്ക് സന്തോഷമുള്ള ഇണയും തുണയുമാക്കണം. ഞങ്ങളുടെ ഭാര്യയെ, ഞങ്ങളുടെ ഭർത്താവിനെ, ഞങ്ങളുടെ സന്താനങ്ങളെ കൺകുളിർമയുള്ളവരാക്കണമേ. അല്ലാഹ് ഖുർആനിൽ പഠിപ്പിച്ച ദുആയാണിത്. ഇത് ചെയ്താൽ മതിയല്ലോ, ഇത് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ ദുആ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു ദുആ നിങ്ങൾ കാണാതെ പഠിച്ചോളി. സൂറത്തുൽ ഫുർഖാനിൽ നിങ്ങൾ അവസാനത്തെ ആയത്താണ് ഇത്, നിങ്ങൾ കാണാതെ പഠിച്ചോളി. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഖുർറത അയുൻ, കണ്ണ് കുളിർമയുള്ളതാകണം നമ്മുടെ മക്കളെ നമുക്ക് കാണുമ്പോൾ. നേരത്തെ ഖുർആൻ ഓതി കണ്ണ് കുളിർമയുണ്ട്, അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾ. പക്ഷേ നമ്മുടെ മക്കൾ ആരോ വിളിച്ചു പറയുന്നു, സൈനുദ്ദീനെ നിന്റെ മോനതാ ബാറിൽ കിടന്ന് അടിയുണ്ടാക്കുന്നു. കണ്ണ് കുളിർമയുണ്ടാകില്ല, കണ്ണ് അടഞ്ഞു പോകുന്നത്. ഒരിക്കലും കണ്ണ് കുളിർമ ഉണ്ടാവുകയില്ല. ഈ വാപ്പ ദുആ ചെയ്യാത്തത് കൊണ്ടാണത്. അപ്പൊ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവർ കുറവ്, വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്തവർ കൂടുതൽ. ഞാൻ പല സദസ്സിലും ഇത് ചോദിക്കുന്നത് എന്തിനെന്നറിയോ? ഞാൻ പല സദസ്സിലും ചോദിക്കും. നമ്മളിന്ന് മറന്നു പോകുന്ന രണ്ട് ദുആയാണിത്. എടാ മക്കളെ ഇനി പാടാ, അമ്മാരവിടെയൊക്കെ അമ്മാർ മെസ്സിയുടെ നെയ്മറിനെ പറയാം, എടാ ഇവരൊന്നും മരിച്ചു പോയത് നിന്നെ കൊണ്ടുപോകല്ലോ, നീ ഇങ്ങോട്ട് ബാ, ഇങ്ങോട്ട് കയറി. ഇവന്മാരെയല്ലേ പിടിച്ചിരുത്തേണ്ട ഈ വാത് കേൾക്കാൻ. ഈ വയസ്സായ കളവന്മാർ വാത് കേട്ടിട്ട് എന്ത് ചെയ്യാനാ? എല്ലാം മെസ്സിയുടെ ഉടുപ്പും അണ്ടർവെയർ ഇട്ടുകൊണ്ട് നടക്കുകയാണ് അവന്മാർ മൊത്തം. അവന്മാരെ പിടിച്ച് ഇങ്ങോട്ട് കൂറ്റി ഇരുത്തിയിട്ട് അവന്മാരൊക്കെയല്ലേ വാത് കേൾപ്പിക്കേണ്ടത്. ഇവനൊക്കെ വാപ്പാക്കും ഉമ്മാക്കും ചുമ്മാ അല്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ മക്കൾക്ക് വേണ്ടി ദ്വാരത്തെ വെച്ചപ്പോൾ 7 പേരേ ഉള്ളൂ. ഉസ്താദ് ഇവനൊന്നും ദ്വാരത്തിട്ടൊന്നും വലിയ കാര്യമില്ല. മാഫി ഫായിദ, ഇവനത് ദുആ ചെയ്തിട്ടൊന്നും വലിയ ഫായിദ ഇല്ല. എന്ത് ദുആ? ഇങ്ങോട്ട് വിളിയടാന്നുണ്ട് അങ്ങോട്ട് പോവാം. വാപ്പ പോയിക്കോ, ഞാനങ്ങ് വന്നേക്കാം. വാപ്പ പോയിക്കോളാൻ. എടാ പള്ളിക്ക് വേടാ, അല്ല വാപ്പ പോയിക്കോ, ഞാൻ അങ്ങ് പുറകെ വന്നേക്കാന്നാണ്. പോവും. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ നോക്ക്, എത്ര മക്കളുണ്ട് ചെറുപ്പക്കാർ. നമ്മുടെ സഹോദരിമാരുടെ സദസ്സിലൊന്ന് പോയി നോക്ക്, എത്ര ചെറുപ്പക്കാരികളുണ്ടെന്ന് നോക്ക്. എല്ലാം ഓൾഡ്, ന്യൂജി ഒന്നുമില്ല. ന്യൂജി മൊത്തം 5Gയുടെ പിന്നാലെ ഇരിക്കുകയാണ് എല്ലാവരും. ന്യൂജി ഒന്നും ഇവിടെ കാണാൻ കിട്ടൂല. അവനൊക്കെ മറ്റേ സാധനം എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ പിന്നാലെയാണ്. അവനെന്ത് വാള്, അവനെന്ത് കബർ, അവനെന്ത് മൈഷർ. എന്ത് കബർ കാരണം അറിയില്ല. നാളെ മരണപ്പെട്ടു പോകും. മൈഷറുണ്ട്, കബറുണ്ട്, മുൻകറുണ്ട്, നക്കീറുണ്ട്, റക്കീബുണ്ട്, അതീദുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്. ഇതൊക്കെ ഇവനോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊന്ന് വന്നിരിക്കണ്ട. എന്ത് കബർ, എന്ത് മൈഷർ. ഇതാണല്ലേ മനുഷ്യന്റെ അവസ്ഥ. ഇങ്ങനെ മരണപ്പെട്ടു പോയാൽ മതിയോ? നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ പോയാൽ മതിയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളാണ് സൈനബ റളിയല്ലാഹു തആല അൻഹ. ആ സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വല്ലാതെ കരയുകയായി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോളുടെ ഖബർ മണ്ണിട്ട് മൂടുമ്പോ ഹബീബായ തങ്ങൾ കരയുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കൾ അരികിലിരുന്നു കൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ എന്തിനാണ് കരയുന്നത്? അങ്ങയുടെ മുഖം വല്ലാണ്ട് വിവരണമാകുന്നത് ഞങ്ങൾ കാണുന്നുവല്ലോ. അല്ലാഹുവിന്റെ റസൂലേ എന്തിനാണ് അങ്ങ് കരയുന്നത്? അങ്ങയുടെ മകളുടെ വിയോഗത്താൽ, ആ ദുഃഖത്താൽ കരയുകയാണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദക്കർതു ഇബ്നതി വളുഫഹാ വഅദാബൽ ഖബരി. ലോകത്തിന്റെ നേതാവാണ്, ലോകത്തിന്റെ ജേതാവാണ്, വിപ്ലവത്തിന്റെ നായകനാണ്, നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ ഹബീബാണ്. ആ പരിശുദ്ധ പ്രവാചകന്റെ അരിമ മകളാണ്, പൊന്നുമോളാണ്, കരളിന്റെ കാതലാണ്, ജീവിതത്തിന്റെ തുടിപ്പാണ് പൊന്നുമോള് സൈനബ് റളിയല്ലാഹു തആല അൻഹ. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ ഹബീബായ തങ്ങളാണ് ആ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചത്. മണ്ണിട്ട് മൂടുകയാണ്. സഹാബാക്കൾ നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. റഅയ്നാക വജ്ഹക തറബ്ബുദൻ ആനിഫൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ അവിടുത്തെ മുഖം വിവരണമാകുന്നത് ഞങ്ങൾ കാണുകയാണല്ലോ നബിയേ. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ആ മുഖം സന്തോഷത്തിന്റെ തിരമാല കൊണ്ട്, അല്ലാഹുവേ ഞങ്ങൾ ആനന്ദിക്കുന്നത്
ചെയ്യുന്നത് കണ്ടപ്പോ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായെന്ന് നബിതങ്ങളോട് സഹാബത്ത് പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി ഓർക്കണേ മാതാപിതാക്കളെ. തന്റെ അരിമ മകളെ മയ്യത്തടക്കയിട്ട് അള്ളാന്റെ റസൂല് സഹാബാക്കളെ നോക്കിയിട്ട് പറയുകയാ, ദക്കർതു ഇബ്നതി വളുഅഫഹാ വഅദാബൽ ഖബരി. എന്റെ മകളെ കുറിച്ച് ഞാൻ ഓർത്തുപോയതാണ്, എന്റെ മകളുടെ ബലഹീനതയെ കുറിച്ച് ഓർത്തുപോയതാണ്. എന്റെ മകളുടെ ബലഹീനത, അവളുടെ അമൽ ഈ ഖബറിലേക്ക് പര്യാപ്തമാകുമോ, മതിയാകുമോ, തികയുമോ? ആ മലക്കുകളുടെ ചോദ്യത്തിന്റെ മുന്നിൽ എന്റെ മകളുടെ അവസ്ഥ എന്തായിരിക്കും? ദക്കർതു ഇബ്നതി വളുഅഫഹാ വഅദാബൽ ഖബരി. ഖബറിന്റെ ശിക്ഷയെ ഞാൻ ഓർത്തുപോയി സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് കേട്ടോ, ലഖദ് ളുമ്മത്ത് ലമ്മാ. പൊന്നുമോളെ സൈനബാണ്, നബിതങ്ങളുടെ മുത്തുമോളാണ്, നബിതങ്ങളുടെ ജീവിതത്തിന്റെ തുടിപ്പാണ്. അള്ളാന്റെ റസൂൽ ലോകത്തിന്റെ പ്രകാശമല്ലേ, അള്ളാന്റെ റസൂൽ ലോകത്തിന്റെ നിറകുടമല്ലേ, നമ്മെ നാമാക്കി മാറ്റിയത് ആ ഹബീബല്ലേ. ആ ഹബീബിന്റെ അരുമ മകളുടെ ഖബർ ഞെരുക്കിയെന്ന് നബിയുന ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് ളുമ്മത്ത് ലമ്മാ, ലഖദ് ളുമ്മത്ത് ലമ്മാ. നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോളുടെ ഖബർ വല്ലാണ്ട് ഞെരുക്കി സഹാബത്തെ. ഫദഅഉതുല്ലാഹ്, ഉടനെ ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു. ഹത്താ ഫറജല്ലാഹു അൻഹാ. ഇതാരുടെ മോളുടെ കാര്യം പറഞ്ഞത്? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെയൊക്കെ അവസ്ഥ പിന്നെ പറയണോ ഹബീബേ? നമ്മുടെ മക്കളുടെ അവസ്ഥ നമ്മൾ പറയണോ? നമ്മളിപ്പോ കൊണ്ടുപോയി മരിച്ച് കബറിൽ അടക്കിയിട്ട് ആർക്കെങ്കിലും ഒരു ഫിക്റുണ്ടോ ആ കബറിനകത്ത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്? അതിനെക്കുറിച്ച് വല്ല ചിന്ത എനിക്കോ നിങ്ങൾക്കും ഉണ്ടോ? ഈ വഅദ് വെക്കുമ്പോൾ ഈ വഅദിൽ എന്താണ് ഖബർ നമ്മളൊന്ന് അറിയണ്ടേ? എന്താണ് ഖബർ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഖബറിനകത്തുള്ള സംഭവം എന്താണെന്ന് നമുക്കറിയണ്ടേ? മുൻകർ നക്കീർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്കറിയണ്ടേ? അറിയാം മുൻകർ നക്കീറിന്? വല്ല പരിചയമുണ്ടോ ആർക്കെങ്കിലും? ID കാർഡോ ആധാറോ വല്ലതും ഉണ്ടോ? നമ്മൾ മദ്രസയിൽ മുൻകർ നക്കീർ മുൻകർ നക്കീർ മുൻകർ നക്കീർ എന്ന് പറയും, കേൾക്കും. പക്ഷേ ആരാണ് ഈ മുൻകർ നക്കീർ, ആരാണ് ഈ മുൻകർ, ആരാണ് ഈ നക്കീർ നമുക്കെങ്ങനെ അറിയാം? മുൻകർ നക്കീർ മുൻകർ നക്കീർ നമ്മളിങ്ങനെ കേൾക്കും. സംഭവം ഖബറിലേക്ക് കൊണ്ടുപോയി നമ്മൾ തൽഖീൻ ഓതുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ നിൻ്റെ അരികിലേക്ക് 2 പേര് വരുമ്പോൾ എന്നൊക്കെ ചോദിക്കും. അപ്പം നീ അങ്ങനെ നല്ല തൽക്കനൊക്കെ പറയണേന്നൊക്കെ പറയും. അതിനുള്ളൊരു തൗഫീക്ക് കിട്ടിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. തൗഫീക്ക് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭൗതികമായ ഈ ദുനിയാവിൽ നമ്മൾ അള്ളാഹുവിനെ വിശ്വസിച്ച് ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ആ ഖബറിൽ ആ മലക്കളുടെ ചോദ്യത്തിന് തൽക്കൻ മറുപടി പറയാൻ പറ്റുള്ളൂ. മനസ്സിലായ? നമ്മുടെ സഹോദരിമാർക്ക് വല്ല അറിയോ? ആരെയും നമ്മളിപ്പോൾ നെറ്റിന് അടിച്ചു നോക്കിയാൽ മുൻകർ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റൂല, നക്കീർ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റൂല. ഇതാണ് ഗൈബിയായ വിഷയം. അതാണ് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു തആല പറഞ്ഞത്. നമ്മൾ സത്യവിശ്വാസികളാണ്. നമ്മളുടെ വിശ്വാസം എന്താ? അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ് കേട്ടോ, ആരാണ് മുത്തഖീങ്ങൾ, ആരാണ് സത്യവിശ്വാസികൾ, ആരാണ് സദ്ഗുണസമ്പന്നർ, ആരാണ് സൽസ്വഭാവമുള്ളവർ, ആഖിറത്തിൽ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ എല്ലാവരോടും പറയുന്നുവെങ്കിൽ നമുക്ക് ആഖിറത്തിൽ വിശ്വാസമുണ്ടോ? ആഖിറത്തിൽ വിശ്വാസമുണ്ടോ? ഖബറിൽ വിശ്വാസമുണ്ടോ? പരലോകത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ? ആരാണ് ഖബറിൽ വിശ്വസിക്കുക എന്നും ആരാണ് പരലോകത്തിൽ വിശ്വസിക്കുക എന്നും ആരാണ്
അദൃശ്യമായ ജ്ഞാനങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എന്നും പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ തഖ്വയുള്ളവർ, യഥാർത്ഥ മതബോധമുള്ളവർ, യഥാർത്ഥ മതഭക്തന്മാർ കേട്ടോ. അങ്ങനെ അദൃശ്യത്തെ കൊണ്ട്, ആ ഖബറിൽ നടക്കുന്നതിനെ കൊണ്ട്, ആ ഖബർ മുതൽ മഹ്ശർ വരെയുള്ള ജീവിതത്തെ കുറിച്ച് അവർക്ക് ആർക്കെങ്കിലും വല്ല ബോധമുണ്ടെങ്കിൽ, അവർക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, അവരുടെ അടുത്ത പടി എന്താണ്? വയുഖീമൂന സ്വലാ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് കേട്ടോ. അതെത്ര ഉറക്കമായാലും, എത്ര ക്ഷീണമായാലും, എത്ര ഇടിവെട്ടിയാലും, എത്ര കൊടുങ്കാറ്റടിച്ചാലും, എത്ര കോരിച്ചൊരിയുന്ന മഴയായാലും, എത്ര മരം കോച്ചുന്ന തണുപ്പായാലും, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ശ്രേഷ്ഠം നമസ്കാരമാണ്, നമസ്കാരമാണ്, നമസ്കാരമാണെന്ന് റിഫായി മസ്ജിദിന്റെ ആ മിനാരത്തിൽ നിന്ന് കേട്ടാൽ, ഖബറിൽ ഉറങ്ങേണ്ട മനുഷ്യ, നിനക്ക് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല കേട്ടോ, ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ആ വിളി കേൾക്കുമ്പോ വീട്ടിൽ കിടന്നുറങ്ങുന്നവരെ, ഖബറിൽ നിനക്ക് ഉറങ്ങാൻ കഴിയില്ല കേട്ടോ. ആ മലക്കുകൾ നിന്നെ ഖബറിൽ ഉറക്കില്ല കേട്ടോ. ആ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ആ വിളിക്ക് നീ ഉത്തരം നൽകാത്തവനല്ലേ, അതുകൊണ്ട് ആ ഖബറിൽ നിനക്ക് ഉറങ്ങാൻ സാധ്യമേ അല്ല. അതുകൊണ്ട് ആ ഖബർ ജീവിതം, ആ ഖബറിന്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്, മുൻകറുണ്ട്, നക്കീറുണ്ട്, അവിടെ മീസാനുണ്ട്, അവിടെ സിറാത്ത് ഉണ്ട്, അവിടെ ഹിസാബുണ്ട്, അവിടെ കിതാബുണ്ട്, അവിടെ ജന്നത്തുണ്ട്, അവിടെ നാറുണ്ട്. ഇത് വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരുടെ ഒന്നാമത്തെ പടി വയുഖീമൂന സ്വലാ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. അങ്ങനെ നമസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല, പടച്ചവനെ 5 നേരം ഞാൻ നമസ്കരിക്കുന്നു, പക്ഷേ എന്റെ നമസ്കാരം സ്വീകാര്യമാണോ? എന്റെ സുബഹി നീ സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ ളുഹർ നീ സ്വീകരിച്ചിട്ടുണ്ടോ? ആഴ്ചയിൽ ഒരിക്കൽ ജുമാ നമസ്കാരത്തിന് ഞാൻ വരുന്നത് മിമ്പറിൽ ഖുത്ബ ഓതുന്ന ഖതീബിനെ കണ്ടുകൊണ്ടാണ്. ഇദാ സഅദൽ ഖതീബു അലൽ മിമ്പർ ഫലാ ജുമഅത ലഹു, മിമ്പറിലേക്ക് ഇമാം ഖുത്ബ ഓതാൻ കയറിയാൽ അവൻ ജുമാക്ക് വന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല കേട്ടോ. പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാർ വരുന്നത് മുഴുവനും ഇമാം മിമ്പറിലേക്ക് ഖുത്ബ കിതാബ് എടുക്കുമ്പോഴല്ലേ, സലാം ചൊല്ലി ആ മിമ്പറിലേക്ക് ഇരിക്കുമ്പോഴല്ലേ ഇന്ന് ഖുത്ബ കേൾക്കാൻ വേണ്ടി ഈ സമുദായം പള്ളിയിലേക്ക് വരുന്നത്. അപ്പോൾ മലക്കുകൾ അവരുടെ ഏടുകൾ അടക്കുകയാണ്, മടക്കുകയാണ്. പിന്നീട് വരുന്നവരുടെ പേര് അള്ളാന്റെ കോടതിയിൽ രേഖപ്പെടുത്തുകയേ ഇല്ല തന്നെ. അതുകൊണ്ട് നമസ്കാരത്തിൽ വല്ല വീഴ്ചകൾ വന്നാൽ അതിനുള്ള പരിഹാരം എന്താണ്? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു നൽകിയതിൽ നിന്ന് പടച്ചവന്റെ മാർഗത്തിൽ സദഖകൾ ചെയ്യുന്നവരായിരിക്കും. എന്തെങ്കിലുമൊക്കെ നമ്മൾ, അതിനാണ് ഈ ബക്കറ്റ് പിരിവൊക്കെ കൊണ്ടുവരുന്നത്. അതിനാണ് ഈ ബക്കറ്റ് പിരിവെല്ലാം കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാ, അതിലേക്ക് കുറച്ചിടുമ്പോൾ നമുക്ക് എന്തെങ്കിലും, പടച്ചവനെ എൻ്റെ നിസ്കാരത്തിലോ എൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ എൻ്റെ പ്രഭാഷണത്തിലോ എൻ്റെ എന്തെങ്കിലും അമാലുകളിൽ വല്ല കുറവ് വന്നാൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അതങ്ങ് നീ പൊരുത്തപ്പെട്ട് തരണേ എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞ വാക്കായത്. ഞാൻ പറയല്ലേ, ഇത് സൂറത്തുൽ ബഖറയുടെ തുടക്കം. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب, അദൃശ്യത്തെ കൊണ്ടൊന്ന് വിശ്വസിക്കും. അതിൻ്റെ തെളിവ് വയുഖീമൂന സ്വലാ, അവർ നമസ്കാരം നിലനിർത്തും. 3 വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, എന്തെങ്കിലും നമ്മുടെ പോക്കറ്റിലുള്ളത് അള്ളാഹുക്കാനും ചോദിക്കാനൊന്നും പറ്റൂലല്ലോ, നമുക്ക് ചോദിക്കാന്നല്ലേ ഉള്ളൂ. എത്ര പേര് ഖത്തം തീർത്തവരുണ്ട്. നെഞ്ചിൽ കൈവച്ചോ പൊന്നുപെങ്ങളെ, എന്നിട്ട് നീ ഒന്ന് ചിന്തിക്കണേ, പടച്ചവനെ ശരിയല്ലേ? നഫീസത്തുൽ മിസ്രിയ ഞങ്ങളുടെ നേതാവാണ്, 5000-ഓളം ഖുർആൻ ഖത്തം ഓതി പൂർത്തിയാക്കിയെങ്കിൽ പടച്ചവനെ എനിക്ക് ഒരു ഖത്തമെങ്കിലും ഓതാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഒരു ഖുർആനെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ, ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഖുർആൻ ഖത്തം തീർക്കാതെ മരിച്ചു പോകരുത്. ആണും പെണ്ണും ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഖത്തം തീർക്കാതെ. ഒന്ന് കൈപൊക്കം ചോദിക്കട്ടെ, ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഖത്തം തീർത്തവരുണ്ടോ?
ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ ഓതിയേക്കണം ഇൻഷാ അല്ലാഹ്. മന ഒരു ഇച്ചിയുടെ സൗണ്ട് ഒന്ന് കൂട്ടിച്ച, മന ഒരു ഇച്ചിയുടെ സൗണ്ട് കൂട്ടിച്ചാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒരു ഹത്തം തീർക്കൂലേ? 4 പേരെ ഇൻഷാ അല്ലാഹ് പറഞ്ഞുള്ളൂ. എല്ലാവരും ഒരു ഹത്തം തീർക്കുവോ? എനിക്ക് വേണ്ടി ആരും ഹത്ത് ഓതണ്ട, എനിക്ക് വേണ്ടി ആരും ഹത്ത് ഓതണ്ട. നമ്മുടെ തടിക്ക് വേണ്ടി ഹത്ത് ഓതാനാണ് ഞാൻ പറഞ്ഞത്. അല്ലേ ഉസ്താദേ? നിനക്ക് വേണ്ടി നീ ഒരു ഹത്ത് ഓതിവേ, നിന്റെ ഖബറിൽ നിനക്ക് ഗുണം കിട്ടാൻ വേണ്ടി നിനക്ക് വേണ്ടി ഒരു ഹത്ത് ഓതിവേ. അതാ ഞാൻ പറഞ്ഞത് അതാണ്. അല്ലെ എനിക്ക് വേണ്ടി ആരും ഓതാൻ ഞാൻ നിർബന്ധിക്കില്ല. ഈ വാദന്മാരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഉപദേശിക്കുമ്പോൾ നിങ്ങളിത് പറയാനും പഠിക്കാനും വേണ്ടിയിട്ടാണിത്. പഠിക്കാൻ വേണ്ട. ജീവിതത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ച ഒരു വലിയായിരുന്നു ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു തആല. ഒരുപാട് ത്യാഗം. ഭാര്യയിൽ നിന്ന് ഇതുപോലെ ഒരു ത്യാഗം സഹിച്ച ഒരു മഹാൻ ലോകത്തുണ്ടാവില്ല. സ്വന്തം ഭാര്യയിൽ നിന്ന് അത്ര അടങ്ങേറാക്കിയ ആ ഭാര്യ പോലും മഹാനവറുകളെ അതിൽ നിന്നെല്ലാം കടിച്ചു പിടിച്ച് ജീവിതത്തിൽ ത്യാഗം സഹിച്ച് ലോകത്തിൻ്റെ മുന്നിൽ അറിയപ്പെട്ട ഒരു മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു തആല. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ കൂടുതൽ ചൈതന്യവും സന്തോഷവും നമ്മുടെ ഇബാദത്തിൽ ഒരു ആനന്ദവും നൽകി അവരോടൊപ്പം എത്തിച്ചേരാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്കതാണ് വേണ്ടത്. അപ്പം നമ്മൾ ഈ ഓതാൻ പറയുന്നത് എന്തിനാണ്? നമ്മൾ ഈ ഓതാൻ പറയുന്നത് നമുക്ക് വേണ്ടി ഒരു ഹത്തം നമ്മൾ ഓതി വെക്കണം. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഓതുമെന്ന് പ്രതീക്ഷിക്കണം. ഇപ്പം കണ്ടില്ലേ, വാതിൽ ഇങ്ങോട്ട് വിളിച്ച് മാമ അങ്ങോട്ട് പോയി. ഇപ്പം അവിടെ കിടന്ന് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ മക്കൾ ആരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്? വാപ്പാടെ കൂടെ എത്ര മക്കളുണ്ട്? കടവാടാ അവിടെ കുറച്ച് നേരം വന്നിരിടാ. വാപ്പ പറഞ്ഞാൽ കേൾക്കൂല. ഇന്നത്തെ മക്കൾ അങ്ങനെ ആയിപ്പോയി, വൈറസിൻ്റെ മക്കളാ, കേൾക്കൂല. നമ്മുടെ ഈ കുഞ്ഞു മക്കൾ 2 ട്രോഫി വാങ്ങിച്ചപ്പം ഖുർആൻ ഓതിയതാന്ന് കേൾക്കും, വലിയ സന്തോഷമുണ്ട്. മാഷാ അല്ലാഹ്, അവരുടെ മാതാപിതാക്കൾ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ, വലിയ സന്തോഷമുണ്ട്. പാർവതി ഖുർആൻ ഓതി, നിങ്ങൾ കേട്ടാ? എന്ത് മനോഹരമായ ശൈലിയിലാണ് അവർ ഓതിയത് അല്ലേ? എന്ത് നമ്മുടെ മക്കൾ ഓതു. നമ്മുടെ മക്കൾ അശംസി വളുഹാഹ അൽ ഖമരിദാ തലാഹ അന്നാരിദാ ജല്ലാഹ അങ്ങനെയൊക്കെയല്ലേ വന്ന്. പാർവതി ഓതി ഓക്ക് മക്കളെ, പാർവതിയിൽ പോയി പഠി. അഭിമാനമാണ് നമുക്ക്. ആലോചിച്ച് നോക്ക്, പരിശുദ്ധ ഖുർആന്റെ വശ്യത അതാണ്. പരിശുദ്ധ വശ്യത അതാണ്. ആ മഖ്റജത്ത്, ആ ഹർഫുകൾ, അതിൻ്റെ തജ്വീദ്, അതിൻ്റെ നിയമങ്ങൾ, മാഷാ അല്ലാഹ്, ഞാൻ കരഞ്ഞുപോയി സത്യത്തിൽ അത് കേട്ട്. എന്തുവാ കട്ടെ സംഭവം. നമ്മുടെ മക്കളൊക്കെ അതിൽ ഓതി അഭിമാനം കൊള്ളുമ്പോൾ നമുക്കത്ര സന്തോഷമായിരിക്കും. വാപ്പാക്ക് വേണ്ടി വാപ്പാടെ അടുക്കൽ വന്ന്, വാപ്പ മരിക്കാറായി കിടക്കുകയാണ്, വാപ്പ അടുക്കൽ വന്നിരുന്നു യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വാപ്പാടെ റൂഹ് പിരിയുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പറഞ്ഞത്, നിങ്ങൾ ആ ഉമ്മ മരണപ്പെടാൻ പോകുന്നു, അവിടെ പോയൊരു യാസീൻ നിങ്ങൾ ഓത്. ആ യാസീൻ ഓതുമ്പം അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ റൂഹിൽ വലിയ ബർക്കത്ത് ഉണ്ടാകും. കലിമ ചൊല്ലി മരിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകും, ഖുർആൻ കേട്ട് മരിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാവും. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ആ ഉപ്പാന്റെ അരികിലിരുന്ന് യാസീൻ ഓതിയവനെ മരണപ്പെട്ടതിന് ശേഷം ആ ഉപ്പാക്ക് കൊണ്ട് ഒരു യാസീൻ ഓതാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പറ്റൂല. നമുക്ക് നമ്മുടെ മയ്യത്തിൻ്റെ അടുത്തിരുന്ന് ഓതാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഉസ്താദന്മാരെ വിളിക്കുകയാണ് കൂലിക്ക്, ഉസ്താദന്മാരെ വിളിക്കുകയാണ്, മുത്താലിമ്യങ്ങളെ വിളിക്കുകയാണ്. എന്താ നിനക്ക് ഓതിയാൽ, എന്തേ നിന്റെ മക്കൾക്ക് ഓതിയാൽ? അവിടെ ചർച്ചയാ. പണ്ടത്തൊക്കെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞാൽ പണ്ടൊക്കെ അങ്ങനെ ഓതി, ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മയ്യത്ത് കൊണ്ടുവന്നിട്ട് മയ്യത്ത് ഇവിടെ കിടക്കുന്ന അടുത്ത് കലക്കുമ്പോൾ എന്തൊരു സംസാരം. ഇതൊരു മയ്യത്ത് വീടാണോ ഇത്? ഒരു മയ്യത്ത് വീടാണ്, ഒരു മയ്യത്ത് വീട്ടിൽ എന്ത് സംസാരങ്ങളാണ്, ചിരി സംസാരങ്ങൾ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എന്തിനാ ഈ മയ്യത്തിനെ ഇട്ട് നിങ്ങൾ കഷ്ടപ്പെടുത്തുന്നത്? മയ്യത്തിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പ് നിങ്ങൾ കൊണ്ടുപോയി നേരത്തെ അടക്ക്. വെറുതെ അതിനെ ഇട്ടിട്ട് ഇടങ്ങാറാക്കല്ലേ. ഉള്ള കാര്യം ഞാൻ പറയാം, വെറുതെ വേസ്റ്റാണ്. കൊണ്ടുവിട്ടിട്ട് നീ പോയി ഓത്, നീ അങ്ങോട്ട് കുറച്ച് നേരം ഓത്. എനിക്ക് വയ്യ, എനിക്ക് ഒന്നുമില്ല, എനിക്ക് ഒതു നിൽക്കത്തില്ല അങ്ങനെ, അതുകൊണ്ട് നീ അങ്ങോട്ട്. ആ ബാക്കി എല്ലാ സമയത്തും അവൻ്റെ ഒതു നിൽക്കും. ഇവിടെ ഓതാൻ നേരത്ത് മാത്രം അവൻ ഒതു നിൽക്കൂല. സംഭവം അങ്ങോട്ട് തട്ടക്കമായിട്ട് ഈ മയ്യത്തിനെ വെച്ചുകൊണ്ടാണ് അപ്പുറത്ത് നിന്ന് പെണ്ണുങ്ങളെല്ലാം അനാവശ്യമായ ഫിത്ന, ഫസാദുകൾ, ഗീബത്ത്, നമീമത്തുകളൊക്കെ പറയുന്നത്. എന്തിനാ ഇതിന്? അതാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, 3 കാര്യം അത് സംഭവിച്ചാൽ നിങ്ങൾ താമസിപ്പിക്കരുത്, ഉടനെ തന്നെ അതിൻ്റെ ഹക്കുകൾ പൂർത്തിയാക്കണം. 1, നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ നീ അതിനെ പിന്തിക്കരുത്, പെട്ടെന്ന് പോയി നിസ്കരിക്കും. 2, കല്യാണത്തിന് പ്രായമെത്തിയ പെണ്ണ് വന്നാൽ ഉടനെ തന്നെ അവളെ കല്യാണം കഴിപ്പിച്ചേക്ക്. 3, ഒരാൾ മരണപ്പെട്ടാൽ താമസം വിന ആ മയ്യത്ത് പോയി അടക്ക്. ഈ 3 കാര്യം.
ഇതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ നടക്കുന്നില്ല. അമേരിക്ക എന്ന് പറയണം, ജീവിച്ചിരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ഈ മകൻ തയ്യാറായില്ല. ഇനി മരിച്ചു കഴിഞ്ഞിട്ട് എവിടെ കൊണ്ടിട്ട് വെള്ളം കൊടുക്കാനോ? മരിച്ചു കഴിഞ്ഞ് കബറിന്റെ മോളിൽ പള്ളിയിലത്തെ വെള്ളം മൊത്തവും കൊണ്ടൊഴിക്കാണ്. ഓരോ പള്ളിയുടെ കബറിന്റെ മുകളിൽ ചുമ്മാ വെള്ളം കോരി ഒഴിക്കുകയാണ്. നമ്മളെ പള്ളിയിലെ ബൈത്തുൽ മാലിന്റെ വെള്ളം. ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത്, വാപ്പാക്ക് ഒരു നേരത്തെ ഭക്ഷണം വാരി കൊടുത്ത്, വാപ്പാടെ കൂടെ 10 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വാപ്പാടെ കാലൊന്ന് തടവിക്കൊടുത്ത്, ആ കൈകാലിൻ്റെ നഖമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ശുദ്ധിയാക്കി, വാപ്പാടെ പല്ലൊക്കെ ഒന്ന് തേപ്പിച്ച്, അവിടെ ഇവിടെയൊക്കെ ഒന്ന് ആ മുടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി റാഹത്താക്കി, അത്തറൊക്കെ ഒന്ന് പൂശി, ഒതുവൊക്കെ ഒന്ന് എടുപ്പിച്ച്, വാപ്പാടെ അടുത്തിരുന്ന് കുശലങ്ങളൊക്കെ പറഞ്ഞ്, കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തമൊക്കെ ചോദിച്ച് സന്തോഷത്തോടു കൂടി ആ വാപ്പ ഈ ലോകത്ത് ഇവിടെ പറഞ്ഞ ആ മോനെ കണ്ട് എന്ത് സന്തോഷമായിരിക്കും. ആ ഒരു മരണം ഇന്ന് കൂടുതൽ അങ്ങനെയാണോ? ഐസിയുയിലേക്ക് കൊണ്ടങ്ങോട്ട് കയറ്റും. ആ ഭണ്ഡാരത്തിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ തീർന്ന് പിന്നെ ചാരത്തുള്ളൂ. ഇന്നുള്ളിലോട്ട് ഒന്നടുത്തു പോകാൻ, ഒരു വസിയത്ത് ചെയ്യാൻ, ഒരു കലിമ ചൊല്ലാനോ ഒന്നിനും ഒരു സാഹചര്യമില്ല. ഒന്നിനും ഒരു സാഹചര്യമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന എൻ്റെ പൊന്നു സഹോദരങ്ങളെ ദയവ് ചെയ്ത് നിങ്ങൾ അവിടുത്തെ പറയണം, നിങ്ങൾ ഇനി വിട്ടു തന്നേക്ക് പ്ലീസ്. മരിച്ചാൽ മരിക്കട്ടെ, നിങ്ങൾ ഇനി വിട്ടു തന്നേക്ക്. അപ്പോഴേ വിളിച്ച് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തണം, ഒതുവെടുത്ത് കിടത്തണം. നിങ്ങൾ സൂറത്ത് റഅദ് ഓത്, സൂറത്ത് യാസീൻ ഓത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കെ. അൽഹംദുലില്ലാഹ്, അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് ധാരാളം നടക്കുകയാണ് തീർന്നു. അതിന് മുമ്പുള്ള ഹക്കുകളൊന്നും ഇന്ന് ആരും നടക്കുകയാണ് തീർന്നു. അതിന് മുമ്പുള്ള ഹക്കുകളൊന്നും ഇന്ന് ആരും നിർവഹിക്കുന്നില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മരണപ്പെടുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോടുള്ള ഹക്കുകൾ നിങ്ങൾ നിർവഹിക്കും. അതിന് മക്കളെ പ്രാപ്തരാക്ക്, മക്കളെ നിങ്ങൾ പഠിപ്പിക്കുക. ഒരു ഉസ്താദ് ദുആ ചെയ്യുന്നത് പോലെയല്ല, ഒരു മകൻ ദുആ ചെയ്താൽ, ഒരു മകൾ ദുആ ചെയ്താൽ, ഒരു കമാ റബ്ബയാനി സഗീറാ, അല്ലാഹുവേ എൻ്റെ ശൈശവത്തിൽ, എൻ്റെ ബാല്യത്തിൽ, എൻ്റെ കൗമാരത്തിൽ എന്നോട് കരുണ ചെയ്ത എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, പടച്ചവനെ അവരോട് നീ കരുണ ചൊരിയണേ അല്ലാ. ഒരു ദിവസമല്ല കേട്ടോ, ഒരൊറ്റ ദുആ ചെയ്താൽ മതി. നിങ്ങൾ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ഒരൊറ്റ ദുആ ചെയ്താൽ മതി. ആ മക്കളുടെ ദുആയ്ക്കാണ് പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാവുക. മക്കൾ ചെയ്യുന്ന ദുആയ്ക്കാണ് പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാവുക. ഹൃദയസ്പൃക്കോടുകൂടി പടച്ചവനെ, എൻ്റെ വാപ്പ പട്ടിണി കിടന്നിട്ട് ഞങ്ങളെ പട്ടിണിയാക്കിയില്ല, ഞങ്ങളുടെ ഉമ്മ പട്ടിണി കിടന്നിട്ട് ഞങ്ങളെ പട്ടിണി കിടത്തിയില്ല, ഞങ്ങളുടെ ഉമ്മാക്ക് കൊണ്ടുവന്ന എത്രയോ മധുരപലഹാരങ്ങൾ ഉമ്മ തിന്നാതെ ഞങ്ങൾക്ക് തന്നു, എത്രയോ നല്ല വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് തന്നു, ഞങ്ങളെ കുടിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുമ്മ, പോറ്റുമ്മ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ, മാതാവ്, ആ ഉമ്മയുടെ മരണത്തിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമത്ത് ബിൻത് അസദ് ഇബ്നു ഹിഷാം എന്നാണ് ആ മഹദിയുടെ പേര്. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളുടെ പ്രിയ മാതാവാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുമ്മയാണ്, പോറ്റുമ്മയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ 6-ാമത്തെ വയസ്സിൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വളർത്തിയത്, ഹബീബായ തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തത്, ഹബീബായ തങ്ങളെ കുളിപ്പിച്ചത്, ഹബീബായ തങ്ങൾക്ക് പുതുവസ്ത്രം ധരിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് ബിൻത് അസദ് ബിൻ ഹിഷാം റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുന്ന പോറ്റുമ്മയായിരുന്നു. സഹോദരങ്ങളെ, ആ ഉമ്മ മരണപ്പെട്ടപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മാന്റെ മയ്യത്തിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഉമ്മാന്റെ തലയിലെ ആ മുഖത്ത് കിടക്കുന്ന തുണിയൊന്ന് മാറ്റിയിട്ട് ആ ഉമ്മാക്കൊരു ചുംബനം നൽകിയിട്ട് ആ ഉമ്മാടെ അല്ലാഹുവിന്റെ റസൂലിനോട് ആ സഹാബി ചോദിക്കുകയാണ്, മൻ അഹഖുന്നാസി ബിഹുസ്നി സഹാബത്തി, എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ സഹവാസം ആരോടായിരിക്കണം പ്രവാചകരേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മുക, നിന്റെ കേട്ടോ. ആ സ്വഹാബി പറഞ്ഞു, ശരി. സുമ്മയ്യുൻ, പിന്നീട് ആരോടാണ് പ്രവാചകരേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ് കേട്ടോ.
ശരി നബിയെ സുമ്മയ്യുൻ, പിന്നീട് മൂന്നാമതും അല്ലാഹു റസൂലിനോട് ചോദിക്കുകയാണ്, നടുവ് വേദനയെടുത്ത് കഷ്ടപ്പെടുകയാണ്. ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ ഉമ്മാടെ കാലിന് വേദനയാണ്, ഉമ്മാക്ക് നടുവ് വേദനയാണ്, ഉമ്മാക്ക് ശ്വാസം മുട്ടലാണ്, എന്തൊക്കെയോ അസ്വസ്ഥതകളാണ്. ഇതെല്ലാം സഹിക്കുകയാണ്. പടച്ചവനേ, എന്റെ ഉദരത്തിൽ വളർന്നു വരുന്ന ഒരു പൈതലിന് വേണ്ടി ഈ വേദന ഞാൻ കടിച്ചമർത്തുകയാണ് അല്ലാ. എന്നാൽ ഒരു മരുന്ന് കൊടുക്കാൻ കഴിയുമോ? പറ്റൂല. ഒരു പാരസെറ്റമോൾ തിന്നാൻ പറ്റുമോ? പറ്റൂല. ഒരു വിഷഗുളികയും കഴിക്കാൻ പറ്റൂല. ഒരു ആയുർവേദവും കഴിക്കാൻ പറ്റൂല. കാരണം എന്താണ്? ഗർഭിണിയാണ്. ഇത് പൂർണ്ണമായും അനുഭവിച്ചത് ഉമ്മയാണ്. അതുകൊണ്ട് ഗർഭിണികളായ സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഒരു ഗുണം കൂടി ഇതിനിടയിൽ ഞാൻ ചേർത്ത് പറയട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാമിൻ ഇംറാത്തിൻ തഹബിലു മിൻ സൗജിഹാ ഇല്ലാ വലഹാ. ചുമക്കുന്ന രാത്രി നിന്ന് നമസ്കരിച്ചതിന് പ്രതിഫലം ഫർള് നിസ്കാരം പോലും ചിലപ്പോൾ കാണൂല. ഇത് അള്ളാഹിൻ്റെ പ്രത്യേക ഓഫറാണ് കേട്ടോ. കാരണം ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തിട്ട് അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ത്യാഗത്തിൻ്റെ പേരിൽ ആ പ്രയാസം. നമുക്കൊന്ന് ഗ്യാസ് കയറുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ചുമ്മാ കപ്പ തിന്ന്, ചീനി തിന്ന്, ചക്ക തിന്ന് ഒരു ഗ്യാസ് കയറി വയറൊന്ന് വീർത്തുള്ള അവസ്ഥ എന്തായിരിക്കും? കുംഭവായു എന്ന് പറഞ്ഞിട്ട് പാൻഡോപ്രസോളം വല്ല ഉണ്ടേ. പാൻഡോപ്രസോൾ തിന്നിട്ട് എന്ത് കാര്യം? ഗ്യാസ് പോകണ്ടേ? എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അത് സഹിക്കാൻ വയ്യ. അപ്പം ഇവൾ ഈ 10 മാസം എങ്ങനെയാണ് ഇത് സഹിക്കുമെന്ന് ആലോചിച്ച് നോക്കി. ഈ 10 മാസം ഇതെങ്ങനെ സഹിക്കും? അപ്പം അല്ലാഹു തആല അവൻ്റെ പ്രത്യേകമായ ഔദാര്യം കൊണ്ട് അവക്ക് കൊടുക്കുന്ന ഒരു ഓഫറാണിത്. ആരെങ്കിലും തൻ്റെ ഭർത്താക്കന്മാരിൽ നിന്ന് ഗർഭം ചുമന്നാൽ അല്ലാഹു തആല അവൾ കൊടുക്കുന്ന പ്രതിഫലം പകൽ സമയത്ത് നോമ്പ്, രാത്രി നിന്ന് നിസ്കരിച്ചിനെ കുറിച്ച്. പ്രത്യേകിച്ച് നബിതങ്ങൾ പറഞ്ഞു, ഭർത്താവിൽ നിന്ന് ഗർഭം ചുമക്കണമെന്ന്. അയൽവക്കക്കാരിൽ നിന്ന് ഗർഭം ചുമന്നാൽ കിട്ടൂല കേട്ടാ. സ്വന്തം ഭർത്താവിൽ നിന്ന് ഗർഭം ചുമക്കണം. അതുകൊണ്ടാണ് നബിതങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് പറഞ്ഞത്. തീർന്നില്ല. രണ്ടാമത്തെ അവരുടെ അറേബ്യൻ രാജ്യത്ത് വില കൂടിയ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു അവൾക്ക് രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വില കൂടിയ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം പ്രസവിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ വേദനയ്ക്ക്, പ്രസവിക്കുന്ന സമയത്തുണ്ടാകുന്ന വേദനയ്ക്ക് അതൊരു വല്ലാത്ത വേദനയായിരിക്കുമല്ലോ. ആ സമയത്ത് അല്ലാഹു തആല അവൾ എത്രയോ പ്രാവശ്യം അല്ലാ 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 അവളിങ്ങനെ വിളിക്കും. ആ ആ ആ ആ എന്നുള്ള വിളി, നിലവിളിക്കില്ലേ? ആ വിളി 10 പ്രാവശ്യമാണെങ്കിൽ 10 വില കൂടിയ അടിമ, 15 പ്രാവശ്യമാണെങ്കിൽ 15 വില കൂടിയ അടിമ, 20 പ്രാവശ്യമാണെങ്കിൽ 20 വില കൂടിയ അടിമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവളുടെ പേരിൽ രേഖപ്പെടുത്തും. നാളെ ആഖിറത്തിൽ അവൾക്ക് രേഖപ്പെടുത്തും നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഇത് വാപ്പാക്ക് കിട്ടുന്ന ഭാഗ്യമല്ല, ഇത് വാപ്പാക്ക് കിട്ടൂല. നമ്മൾ ആ സമയത്ത് അവിടെ ലേബർ റൂമിൻ്റെ വെളിയിൽ ഇങ്ങനെ എഴുതി നിൽക്കറും ചൊല്ലി ദുആയും ചെയ്ത് ഇങ്ങനെ കുത്തിയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും നേഴ്സ് ഇലക്കിടുമ്പോൾ സിസ്റ്ററെ എന്തായി, സിസ്റ്ററെ എന്തായി, ഇല്ല ഒന്നും ആയില്ല, മരുന്ന് കുത്തി വെച്ചിട്ടുണ്ട്, വേദന എടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്, കുറച്ചുകൂടെ കഴിയട്ടെ, അങ്ങനെ കഴിയട്ടെ, ഇങ്ങനെ പറഞ്ഞിരിക്കും. സിസ്റ്ററെ എന്തായി? ഇത് തന്നെ നമ്മൾ ചോദിക്കുക. അവിടെ നിൽക്കറതാ. അവിടെ അവൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്, അവൾ കിടന്ന് വല്ലാത്ത കഷ്ടപ്പെടുകയാണ്. ഈ രണ്ടാമത്തെ കാര്യം ബാപ്പാക്കില്ല. മൂന്നാമത് വൽവാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. 2 വർഷം പരിപൂർണമായി പാല് കൊടുക്കൽ, 2 വർഷം പരിപൂർണമായി മുല കൊടുക്കൽ, ഈ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കൽ ഈ ഉമ്മാന്റെ ബാധ്യതയാണ്, കടമയാണ്. ഈ 2 വർഷം പൂർണ്ണമായിട്ട് പാല് കൊടുക്കുക, എല്ലാം കൂടെ ചേർന്ന് 30 മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തൗഫീഖ് ഈ പെണ്ണുങ്ങൾക്ക് കൊടുത്തതിന്റെ പേരിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ ഇംറാത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ ബികുല്ലി റളഅത്തിൻ തുഖറഖബാ, ഓരോ തുള്ളിപ്പാലിനും അല്ലാഹു അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു അവളുടെ പേരിൽ രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അടിമകളെ, സാധാ അടിമ, നേരത്തെ പറഞ്ഞത് വില കൂടിയ അടിമ, വില കൂടിയ അടിമ, വില കുറഞ്ഞ അടിമയുണ്ട്. സാധാരണ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവളുടെ മേൽ രേഖപ്പെടുത്തും. എപ്പോ? പാല് കൊടുക്കുമ്പോൾ, മുല കൊടുക്കുന്ന സമയത്ത് 2 വർഷം പാല് കൊടുക്കണം. അപ്പൊ എത്ര തുള്ളി പാലായിരിക്കും പെണ്ണ് കൊടുക്കുക?
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 1 ഹംല് ഗർഭം, 2 വിലാദത്ത് പ്രസവം, 3 ഇർളാഅ് പാല് കൊടുക്കൽ. ഇത് 3ഉം ഭാര്യയുടെ മേൽ ഉമ്മയുടെ മേൽ ബാധ്യതയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 പ്രാവശ്യം ഈ നബിതങ്ങളോട് ഈ സഹാബി ചോദിച്ചപ്പോഴും ആരോടാണ് കൂടുതൽ ബാധ്യത, ആരോടാണ് കൂടുതൽ ബാധ്യത, ആരോടാണ് കൂടുതൽ ബാധ്യത, ഉമ്മ 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 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ആ ഉമ്മയെ വേദനിപ്പിക്കാമോ? നമ്മൾ ആ ഉമ്മയെ കഷ്ടപ്പെടുത്താമോ? ആ ഉമ്മയുടെ നെറ്റിയിൽ ആര് ചുംബിച്ചോ കുന്നലഹു സിത്റൻ വഹിജാബൻ മിനന്നാർ നബിയുനാ റസൂലുള്ളാഹി. ഈ കളിയും ചിരിയും കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് മരണത്തെ നമ്മൾ മറന്നുപോകും. പക്ഷേ മരണത്തെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കളിച്ചുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഷട്ടിൽ ബാറ്റ് കളിച്ചവൻ അങ്ങനെ തന്നെ മറിഞ്ഞു വീഴുന്നു. ജിംനേഷ്യത്തിൽ കാണാം പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ഇതാണ് നമ്മളിപ്പോഴത്തെ സാഹചര്യം. നമ്മൾ കേൾക്കുന്നതല്ല. ഹാർട്ട് അറ്റാക്കുമായി ഹോസ്പിറ്റലിലേക്ക് പോയി ആൻജിയോപ്ലാസ്റ്റ് അറ്റാക്ക് ആഫിയത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എൻ്റെ കണ്ണിന് ആഫിയത്ത് താ, എൻ്റെ അവയവങ്ങൾക്ക് ആഫിയത്ത് താ, എൻ്റെ ജസദിന് ആഫിയത്ത് താ. അള്ളാഹുവേ, നീയല്ലാതെ ആഫിയത്ത് തരാൻ മറ്റാരുമില്ല നാഥനേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു നമുക്ക് ഈമാൻ നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈമാൻ. നമ്മളൊക്കെ അല്ലാഹു തആല വിശ്വാസികളാക്കി. ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ലനാ വലഹും അൽ അഫ്വ വൽ ആഫിയ. ആ മരണപ്പെട്ടവർക്ക് നമ്മൾ സലാം ചൊല്ലുന്നതിനോടൊപ്പം അല്ലാഹുവേ, ഞങ്ങൾക്കും അവർക്കും വേണ്ടി ഞങ്ങളിതാ ആഫിയത്തിനെ ചോദിക്കുകയാണ് നാഥാ. അവർക്കും ആഫിയത്ത് വേണം, നമുക്കും ആഫിയത്ത് വേണം. ഖബറിൽ കിടക്കുന്നവർക്കും ആഫിയത്ത് വേണം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഖബറിൽ പോകുമ്പോൾ ആഫിയത്ത് വേണം എന്ന് പറയുമ്പോൾ ഖബറിൽ ഇനിയിപ്പോൾ എന്താ മരിച്ചുപോയ മനുഷ്യന്മാർക്ക് ഇനി എന്താണ് ഈ ആഫിയത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, സല്ലല്ലാഹ അൽ അഫ്വ വൽ ആഫിയ. ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും നിങ്ങൾ ആഫിയത്തിന് വേണ്ടി അല്ലാഹുവോട് ചോദിക്കണം. ആഫിയത്ത്, ആരോഗ്യം. അത് ആശുപത്രിയിൽ പോയി ഐസിയുവിൽ കയറിയിട്ടല്ല ചോദിക്കുന്നത്. ഐസിയുവിൽ കയറിയിട്ട് നമുക്ക് ചോദിക്കാനുള്ള സമയം നമുക്ക് കിട്ടൂല. അത് പിന്നെ ആരെങ്കിലും ചോദിച്ചാലായി. ആര് ചോദിക്കാൻ? ഐസിയുവിൽ കയറാതിരിക്കാൻ വേണ്ടി അല്ലാഹുവോട് ദുആ ഇറക്കണം, ചോദിക്കണം. നമസ്കാരത്തിൽ ചോദിക്കണം. നമസ്കാരത്തിലെ ആഫിയത്തിന് വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ട്, പക്ഷേ നമുക്കതറിയുന്നില്ല. നമസ്കാരത്തിലെ ആഫിയത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കാറുണ്ട്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വഅഫിനാ ഫീമൻ ആഫൈത്. അല്ലാഹുവിനോട് സുബഹി നമസ്കാരത്തിൽ നമ്മൾ ഖുനൂത്ത് ഓതുമ്പോ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ, നീ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ. ആർക്കെല്ലാം നീ ആഫിയത്ത് നൽകിയോ അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹുവേ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. നിസ്കരിക്കാതെ കിടക്കുന്നവന് എങ്ങനെയാണ് ഈ ദുആയിൽ പങ്കെടുക്കാൻ കഴിയുക? സുബഹി നിസ്കരിക്കാതെ കിടന്നിട്ട് 8 മണിക്ക് എഴുന്നേറ്റ് ആഫിയത്ത് ചോദിച്ചാൽ മതിയോ? സുബഹി നിസ്കാരത്തിൽ വന്നിട്ട് നമ്മൾ ഖുനൂത്തിൽ അല്ലാഹുവിന്റെ ആഫിയത്തിനെ ചോദിക്കണം. നിസ്കാരത്തിലെ ദുആയ്ക്ക് ഇജാബത്താണ്. അതേ നമസ്കാരത്തിൽ തന്നെ അത്തഹിയാത്തിനിടയിൽ 2 സുജൂദിനിടയിൽ നമ്മൾ ഇടയ്ക്കത്തെ ഇരുത്തം ഇരിക്കുമ്പോൾ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. കണ്ടോ, അവിടെ നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. ആഫിനി, ആഫിയത്താണ് നിസ്കാരത്തിലാണ്. നമസ്കാരത്തിലെ ദുആയാണ്. അല്ലാഹു തട്ടിക്കളയുകയില്ല, തീർച്ചയായും തട്ടിക്കളയുകയില്ല. നമസ്കാരത്തിലെ ദുആയാണ്. ആ ദുആ നിങ്ങൾ തേടണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതികമായ ലോകത്തും നാളെ പാരത്രികമായ ജീവിതത്തിലും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമസ്കാരത്തിൽ ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, ഇദാ ഫറഗ്തും തശഹുദിൽ ആഖിരി, അവസാനത്തെ തഹ്യാത്ത് നിങ്ങൾ ഓതി കഴിഞ്ഞാൽ
ഫൽയതഅവദ് ബില്ലാഹി മിൻ അർബഇൻ. 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണേ. അവസാനത്തെ തഹയ്യാത്ത് ഓതിക്കഴിഞ്ഞാൽ, നമസ്കാരത്തിന്റെ അവസാനത്തെ തഹയ്യാത്ത്, സുബ്ഹിയാവുമ്പോൾ 2 റക്അത്ത് നമസ്കാരത്തിൽ അവസാനത്തെ തഹയ്യാത്ത്, ബാക്കിയുള്ള 4 റക്അത്തിലും 3 റക്അത്തിലും 2 അത്തഹയ്യാത്തുകൾ ഉണ്ടെങ്കിൽ അവസാനത്തെ അത്തഹയ്യാത്തിൽ നമ്മളൊരു ദുആ ചെയ്യാറില്ലേ? ആ ദുആയിൽ നിങ്ങൾ 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണേ. നബിയുനാ ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ പറഞ്ഞു 4 കാര്യം നിസ്കാരത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് കാവൽ ചോദിക്കണം. നിസ്കാരത്തിൽ ചോദിച്ചത് കബൂലിയത്താ. അവസാനത്തെ അത്തഹയ്യാത്ത് ഓതി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ദുആയാണത്. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ. ബാക്കി ഓത്, ഉറക്ക ഓത് എൻ്റെ മനുഷ്യന്മാരെ. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്തേ ഓതുന്നില്ല? നിങ്ങളാരും ഷാഫി മദ്ഹബല്ലേ? പിന്നെന്ത് മാഫി മാലു അതാണ് നമ്മുടെ എന്നെ വാള് വിളിച്ചുള്ള കുഴപ്പം. സദസ്സ് അടുത്തിരുത്താൻ പറയുന്നത്. അപ്പം നേരത്തെ ഉള്ളവർ പറയും, ഞാൻ അപ്പോഴേ പറയാം ഫ്രണ്ടിലോട്ട് പോലെടാ നീ എന്തിനാണ് കയറി പോയത്. അവസാനത്തെ അത്തഹയ്യാത്ത് നമ്മൾ ഓതുമ്പോൾ അത്തഹയ്യാത്തിലെ ദുആയാണ്, വളരെ പ്രധാനപ്പെട്ട ദുആയാണത്. വളരെ പ്രധാന. അല്ലാഹുവേ എൻ്റെ മുൻപാപം പുറത്തു തരണേ, പിൻപാപം പുറത്തു തരണേ, അറിഞ്ഞു ചെയ്തത് പൊറുക്കണേ, രഹസ്യമായി ചെയ്തത് പൊറുക്കണേ, പരസ്യമായി ചെയ്തത് പൊറുക്കണേ. അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് ചെയ്യണേ എന്ന് ദുആ ചെയ്തിട്ട് നീ അല്ലാതെ മറ്റാരുമില്ല അല്ലാ. ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. 4 കാര്യത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുകയാണ്. അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണം. ഈ 4 കാര്യം. ഒന്നെന്താ? അദാബുൽ ഖബർ, ഖബറിന്റെ ശിക്ഷ. അതായത് വിഷയതാ. തുടക്കത്തിലെ ജാമ്യം എടുത്തോണോന്ന്, അവിടെ പോയിട്ട് ജാമ്യം കിട്ടൂല. ഖബറിനകത്ത് പിന്നെ ജാമ്യം ഇല്ല. ഖബറിനകത്ത് അതിന് മുന്നിലെ ജാമ്യം എടുത്തോണം, അതിന്റെ മുന്നിൽ പോയിട്ട് ജാമ്യം എടുത്തോണം. പിന്നെ ആരെങ്കിലും ഒക്കെ നമ്മൾ മരണപ്പെട്ടതിന് ശേഷം ദുആ ഒക്കെ ചെയ്താലായി ആര് ചെയ്യാൻ? ഇതുപോലെ വാളന്മാരും ഉസ്താദന്മാരും വന്ന് വല്ല പിരിവെന്തേലും ചോദിക്കുമ്പോൾ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഉസ്താദ് ദുആരൊക്കെ തരുമ്പോൾ ഒന്ന് ദുആരക്ക് നിങ്ങൾ ആമീൻ പറയും. അല്ലാതെ കണ്ട് ഈ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്ത, ഇന്ന് ദുആ ചെയ്തവരൊന്ന് കൈവക്കും. ഇവിടെ ഇച്ചിരി കൂടുതൽ ആൾക്കാർ ദുആ ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ചോദിച്ച സ്ഥലത്ത് വളരെ കുറവാണ്. അതാ ഇന്ന് മാത്രമല്ല, ഇന്ന് ചെയ്തല്ലേ എനിക്കറിയാൻ ചോദിക്കാൻ പറ്റുള്ളൂ. അത് കണ്ട. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടുതൽ ആളുകൾ വാപ്പന്മാരോട് ഇച്ചിരി സ്നേഹമുള്ളവരാണെന്ന് തോന്നുന്നില്ലേ? വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്തു. പക്ഷെ മക്കളാരുമില്ലല്ലോ. മക്കളെ ഇവിടെ ഇരിക്കുന്ന മക്കളാരെല്ലാം ഉണ്ടോ? നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്തവർ നിങ്ങൾ റാഹത്തായിട്ട് കൈപൊക്കില്ലയോ? ഇപ്പം ഞാൻ ചോദിച്ചതല്ലേ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവർ ആരാണെന്ന് ചോദിച്ചപ്പം കൈപൊക്കി. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവരെന്ന് കൈപൊക്ക്. ചെയ്തവരെ പൊക്കാവോ? അത് പോയി, ഔട്ടായി. കുറച്ച് പേര്, 5 പേരെ ചെയ്തുള്ളൂ. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. 5, 6, 7 പേര് ചെയ്തു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണപ്പെട്ടതിന് ശേഷം ഖബറിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് നന്മയായി ഇറങ്ങി വരുന്നത് അല്ലാഹുവിന്റെ റസൂൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, ഇൽമൻ അല്ലമഹു വനശറഹു ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന ബഅദ മൗതിഹി മിൻ അമലിഹി വഹസനാതിഹി. ഒരാൾ മരണപ്പെട്ട് ഖബറിലേക്ക് പോയാൽ ആ ഖബറിൽ അവന് കൂട്ടാളികളായി, ആ ഖബറിൽ അവന് സന്തോഷം പകരുന്ന നന്മകൾ ഏതൊക്കെയാണെന്ന് സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒന്ന് ഇൽമൻ അല്ലമഹു വനശറഹു. ഇന്ന് ഈ അബൂബക്കർ ഇവിടെ ഇരുന്ന് ഈ പ്രഭാഷണം നടത്തുമ്പോ, ഈ പ്രഭാഷണം കേട്ടിട്ട് ആരെല്ലാം അത് അമൽ
ചെയ്യാനും ഉൾക്കൊള്ളാനും തയ്യാറാകുന്നുവോ, അൽഹംദുലില്ലാഹ്, നാളെ ഈ വിനീതൻ മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോ ഇതിന്റെ മിഥിൽ സവാബ് എനിക്ക് ആ ഖബറിലേക്ക് എത്തുമത്രേ. ഏതെങ്കിലും ഒരു ഉപ്പ, ഏതെങ്കിലും ഒരു ഉമ്മ തന്റെ മക്കളെ കൈക്ക് പിടിച്ച് പരിശുദ്ധമായ ഖുർആനിലേക്കും ഹദീസിലേക്കും അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ പഠിപ്പിച്ചു തന്ന ഫിഖ്ഹുകളിലേക്കും ഇസ്ലാമിക ശരീഅത്തിലേക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പന്ഥാവിലൂടെയാണ് സഞ്ചരിപ്പിച്ചതെങ്കിൽ അൽഹംദുലില്ലാഹ്, ആ മാതാപിതാക്കൾ മരിച്ചു പോകട്ടെ, അവര് ഖബറിൽ കിടക്കട്ടെ. ആ ഉപ്പ പള്ളിയിൽ കൊണ്ടുപോയ ആ മകൻ നമസ്കരിക്കുമ്പോ ആ ഉപ്പാടെ നമസ്കാരം കണ്ടിട്ട് ആ മകൻ നമസ്കരിച്ചാൽ, ഉപ്പമാരെ, ആ മകൻ നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം, അതിന്റെ ഒരംശം ഈ വാപ്പാടെ ഖബറിൽ എത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ ഖുർആൻ ഓതുമ്പോ മോനെ പിടിച്ചിരുത്തിയിട്ട് മോനെ ഓതടാ, മോനെ ഓതടാ, വാപ്പ ഓതുന്നതിനോടൊപ്പം ഓതടാ പൊന്നു മോനെ. അങ്ങനെ വാപ്പ ഖുർആൻ പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, ആ വാപ്പ മരണപ്പെട്ടു. ഈ മകൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോ സ്വാഭാവികമായി അതിന്റെ ഒരു ഓഹരി ആ ഖബറിലേക്ക് എത്തുമത്രേ. ഇന്ന് ഈ അബൂബക്കർ ഇവിടെ നിന്ന് നിങ്ങളുടെ മുന്നിൽ പ്രഭാഷണം നടത്തുന്നു, ഖുർആൻ ഓതുന്നു, ഹദീസ് ഓതുന്നു. എന്നെ പഠിപ്പിച്ചത് എന്റെ ഉസ്താദുമാരാണ്, അതിന് പ്രചോദനം നൽകിയത് എന്റെ ഉപ്പയാണ്, ഉമ്മയാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ എവിടെയെല്ലാം പ്രഭാഷണം നടത്തിയാലും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല, അതിന്റെ സവാബ് ആ ആലിമീങ്ങൾക്കും എന്റെ മാതാപിതാക്കളുടെ ഖബറിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നസ്സായ കാര്യം, ഉറപ്പായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരൊരാള് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ, ഇപ്പൊ ഈ ഉസ്താദ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് എത്ര മക്കൾക്ക് ഇവിടെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇദ്ദേഹം മരിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആ ഇൽമ, അതിന്റെ സവാബ് അദ്ദേഹത്തിന് ഖബറിൽ കിട്ടും. പേടിക്കണ്ട, ഓട്ടോമാറ്റിക്കാണ്. വാപ്പ പഠിപ്പിച്ചാൽ, ഉമ്മ പഠിപ്പിച്ചാൽ, മക്കൾ ഓതുന്നതിന്റെ സവാബ് ഖബറിൽ കിട്ടും. വാപ്പയും ഉമ്മയും പഠിപ്പിച്ചില്ല, അവൻ പിഴച്ചുപോയി. നിസ്കരിക്കാൻ സമയത്ത് പള്ളിയിൽ വരാതെ പന്ത് കളി കാണാനാണ് അവൻ നിന്നത്. നമസ്കാരം ഖളാക്കി, മഗ്രിബ് നമസ്കാരം ഖളാക്കിയിട്ട് നീ പന്ത് കളി കണ്ടു. ആരാ ഉത്തരവാദി? വാപ്പ. മോനെ പിടിക്കൂല. ഹദീസ് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. മോനെ പിടിക്കൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൈലുൽ ലിഔലാദി ആദമ മിൻ ആബായിഹിം. നല്ലപോലെ കേൾക്കണം. വൈലുൽ ലിഔലാദി ആദമ മിൻ ആബായിഹിം. ആദമിന്റെ മക്കളിൽപ്പെട്ട മാതാപിതാക്കളെ, ഏ മക്കളെ, നിങ്ങളുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും നരകമാണെന്ന് നബി തങ്ങൾ പറയുകയാണ്. ഏത് മാതാപിതാക്കളാണവർ? ലാ യുഅല്ലിമൂനൽ ഖുർആന വൽ ഫർള വൽ അദബ. തന്റെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാത്ത ഉപ്പമാരെ, തന്റെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാത്ത ഉമ്മമാരെ, പരിശുദ്ധമായ ശരീഅത്ത് പഠിപ്പിച്ചു കൊടുക്കാത്ത മാതാപിതാക്കളെ, ഫർള് നമസ്കാരത്തിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കാത്ത മാതാപിതാക്കളെ, അദബും മര്യാദയും നെറിയും എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാത്ത മാതാപിതാക്കളെ, അങ്ങനെ അവരെ അത് പഠിപ്പിക്കാത്തതിന്റെ പേരിൽ ഫയൻശഊന ജുഹാലാ, അവർ ജാഹിലീങ്ങളെ പോലെ അധപ്പതനത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് വീണുപോയാൽ വൈലുൽ ഔലാദി ആദമ, ഈ മാതാപിതാക്കൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. വഅന ബരീഉം മിൻ ഹൗലാ. നാളെ പരിശുദ്ധ പ്രവാചകന്റെ അരികിലേക്ക് ശഫാഅത്തിന് വേണ്ടി വരല്ലേ. അത്തരക്കാരിൽ നിന്ന് ഞാൻ ഒഴിവായിരിക്കുകയാണെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ, ഫർദ് നമസ്കാരത്തെ കുറിച്ച് അവർക്ക് ഉത്ബോധനം ചെയ്യാത്തതിന്റെ പേരിൽ അവർ പിഴച്ചുപോയി. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ വാപ്പായി ഉമ്മായി ഏറ്റെടുക്കണം. നാളെ ശഫാഅത്തിന് വേണ്ടി എന്റെ അരികിൽ വരരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വേണോ? ഇത്തരത്തിൽപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് ഞാൻ ഒഴിവാണ്. എന്നെ നിങ്ങൾ വിളിക്കരുത്, എന്നെ നിങ്ങൾ നാളെ പിടിക്കരുത്, ഞാൻ അവരെ സഹായിക്കുകയില്ല. അതുകൊണ്ട്
അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മാമിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഅയ്യാ. ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ തന്റെ മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാതെ അവർ പിഴച്ചു പോയാൽ ഫലം യുഹിത്ഹാ ബിനുസഹിഹി, അവർക്ക് നമസ്കരിക്കാനുള്ള ഉപദേശം നൽകിയില്ല, ഖുർആൻ ഓതാനുള്ള ഉപദേശം നൽകിയില്ല, 9 മണിക്ക് വീട്ടിൽ വരാതെ നീ എവിടെ പോയതാ എന്ന് ചോദിക്കാൻ വാപ്പാക്കും ഉമ്മാക്കും മടിയായിരുന്നു. സിനിമ കാണാൻ പോകാൻ അനുവാദമാണ്, കളിക്കാൻ അനുവാദമാണ്. എന്ത് തമ്മാടിത്തരത്തിനും വാപ്പായും ഉമ്മായും സപ്പോർട്ട് ചെയ്യുകയാണ്. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അവനെ ഉപദേശിക്കാനോ ഈ മാതാപിതാക്കളെ തയ്യാറായില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഇല്ലാ ലം യുരിഹ് റായിഹത്തൽ ജന്ന, നാളെ സ്വർഗത്തിന്റെ സുഗന്ധം ഉപ്പമാരേ ഉമ്മമാരേ ഈ മക്കൾ പിഴച്ചു പോയതിന്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കുകയേ ഇല്ല, ശ്വസിക്കുകയേ ഇല്ല കേട്ടോ. സ്വർഗത്തിന്റെ സുഗന്ധം ആ വാപ്പയും ഉമ്മയും ആസ്വദിക്കൂല. കാരണം മക്കളെ വിളിച്ചുപോയി. ആരാ ഉത്തരവാദി? ഉസ്താദല്ല ഉത്തരവാദി, ഈ വാപ്പയും ഉമ്മയും. കാരണം ഉസ്താദിന്റെ മുന്നിൽ വരുന്നത് 1 മണിക്കൂർ സമയം മാത്രം, ബാക്കി 23 മണിക്കൂറും ഉമ്മാന്റെ ഉപ്പാന്റെ കൂട്ടത്തിലാണ് കിടക്കുന്നത്. 23 മണിക്കൂറും ഉപ്പാന്റെ ഉമ്മാന്റെ കൂട്ടത്തിലാണ് കിടക്കുന്നത്. ശരിയല്ലേ? ഉറക്കം വരുന്ന ഇത് കേൾക്കുമ്പോ നാളെ അള്ളാഹിന്റെ അടുത്ത് കുത്തു കിട്ടുമ്പോൾ ഉറക്കമൊക്കെ തന്നെ അങ്ങ് പോകും. സ്വാലിഹാത്തുകളാക്കണേ അല്ലാ, പിഴച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തല്ല റബ്ബേ. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സദ്ഗുണ സമ്പന്നരായ മക്കളാക്കണേ അല്ലാ. റഹ്മത്തിക യാ റഹ്മർ റഹീം. അതുകൊണ്ട് മാതാപിതാക്കൾ നല്ലതുപോലെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അവനെ പിടിച്ച് വാളിന് ഇവിടെ കൊണ്ടിരുത്തണം. ഇന്ന് എത്ര പേര് മക്കളെ കൊണ്ടുവന്നിട്ടുണ്ട് വാളിന്? അവനല്ലേ കേൾക്കേണ്ടത് വാള്? ഈ വാള് കേൾക്കേണ്ടത് ആരാ? പാപ്പ ഉമ്മ അല്ല, അവരാണ് കേൾക്കേണ്ടത്. അവരെ പഠിപ്പിക്കണം. എടാ മോനെ, നീ പറഞ്ഞത് കേട്ടോ, നീ പറഞ്ഞത് കേട്ടോ മോനെ. അതുകൊണ്ട് മക്കളെ, നാളെ നമുക്ക് സ്വർഗം 2 സ്ഥലമാണ് അല്ലാഹു തആല പറഞ്ഞ മക്കൾക്കും മാതാപിതാക്കൾക്കും. ഒന്ന് നരകം, ഒന്ന് സ്വർഗം. പറഞ്ഞുതരാം. ഖബറിലേക്കൊക്കെ പോകുന്നതിന് മുമ്പുള്ള ഗുണങ്ങൾ പറഞ്ഞിട്ട് വേണം ഖബർ പറയാൻ. ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. ഖബറിനകത്ത് പോയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ള കാര്യം ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെക്കണം. നമ്മുടെ മക്കൾ 2 ആയത്ത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. ഒന്ന് സൂറത്തു തഹരീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുകയാണ്, ഏ സത്യവിശ്വാസികളെ, വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് പറയാം, ഏ ഉപ്പമാരെ, ഉമ്മമാരെ, ഏ മാതാപിതാക്കളെ, ഏ രക്ഷകർത്താക്കളെ, ഏ കാരണവർമാരെ, ഖൂ അൻഫുസകും, ഏ ഉപ്പ ഉമ്മ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. വാഹിലേക്കും, നിങ്ങളുടെ മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ചെറുമക്കളെ, ഭാര്യമാരെ സൂക്ഷിക്കണേ. നാറാ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന്. അല്ലാഹു പറഞ്ഞ വാക്ക. അയൽവക്കത്തുള്ള കുഞ്ഞിനെ നോക്കാനല്ല അമ്മടുത്ത് പറഞ്ഞത്. അടുത്ത വാർഡിലത്തെ കുട്ടിയെയും ആ കുടുംബത്തെ നോക്കാനല്ല നമ്മുടെ അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹു നമ്മളോട് പറഞ്ഞത് നമ്മളെയും നമ്മുടെ മക്കളെയുമാണ്. നമ്മളെയും നമ്മുടെ മക്കളെയും. നിങ്ങളിപ്പോ നിങ്ങളുടെ കുട്ടി സ്കൂളിൽ കിടന്ന് അടിയുണ്ടായെന്ന് അറിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിളിച്ചു, കേടാ എൻ്റെ മോനുണ്ടോ, എൻ്റെ മോന് വല്ലതും പറ്റിയോ, എന്താ പെട്ടെന്ന് വണ്ടി എടുത്തു പോകും, ഭാര്യ ഓടിപ്പോയി നോക്കും, അവിടെ അടിയുണ്ടാക്കുന്നു, ഓടിപ്പോയി. നിങ്ങൾ കുട്ടിയെ ഞങ്ങൾ പയ്യനെ വിളിച്ചിട്ടുണ്ടോ, മോനെ വിളിച്ചോണ്ടോ, പെട്ടെന്ന് ഫിക്ർ എന്താണ്? കാരണം നമ്മുടെ മകന് ഒന്നും ഏൽക്കാൻ പാടില്ല.
ഒരു സ്കൂൾ ബസ് മറിഞ്ഞു, വിഷമം ഉണ്ടാകും. എന്നാലും പെട്ടെന്ന് പടച്ചോനെ എൻ്റെ മോന് വല്ലതും പറ്റിയോ, പെട്ടെന്ന് ചിന്തിക്കുന്ന അങ്ങനെയല്ലേ. പെട്ടെന്നുള്ള ചിന്ത നമ്മുടെ കുഞ്ഞിനോടല്ലേ. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, ബാക്കിയുള്ളതൊക്കെ സംഭവം ശരി തന്നെയാണ്. എന്നാലും പെട്ടെന്ന് നമ്മുടെ പ്രശ്നം, നമ്മുടെ കുഞ്ഞിന് വല്ലതും പറ്റിയോ, അതാണ് അവിടെ ചിന്ത. അപ്പൊ എവിടെയും ഇപ്പൊ ഗൾഫിൽ പോയാൽ തന്നെയും ഗ്രൂപ്പ് വിസയിൽ പോയാലും പടച്ചവനെ എൻ്റെ മോനൊരു ജോലി കിട്ടണേ, എൻ്റെ മോനൊരു ജോലി ഉണ്ട്, എല്ലാവർക്കും നീ കൊടുക്കണേ പടച്ചവനെ, എന്നാലും എൻ്റെ മോനൊരു ജോലി കിട്ടണേ. പ്രത്യേക ഗ്രൂപ്പ് വിസയിൽ മോനെ മാത്രം പ്രത്യേകം പിടിച്ചൊരു ദുആ ചെയ്യണം. നമ്മുടെ മകനോട് പ്രത്യേകമായ ഒരു അനുകമ്പ, ഒരു സ്നേഹം, അതങ്ങനെയാണ് സ്വാഭാവികമായിട്ട്, അങ്ങനെ തന്നെയാണ്. അതങ്ങനെയാണ്. അപ്പോൾ മറ്റുള്ള മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പോലെ അല്ലല്ലോ നമ്മൾ ദുആ ചെയ്യും. നമ്മുടെ മക്കൾക്ക് കൂടി ദുആ ഇറക്കുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റ് കൂട്ടിയിട്ട് കാര്യമായിട്ട് ദുആ ചെയ്യും. സ്വന്തം കുഞ്ഞല്ലേ, കാര്യമായിട്ട് നമ്മൾ ദുആ ചെയ്യും. അപ്പൊ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നീ ഈ കുട്ടിയുമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ചോ. നരകത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ ആ കുട്ടിയെ പിടിച്ചു മാറ്റേണ്ടത് വാപ്പയാണ്, ഉമ്മയാണ്. മോനെ നീ കുഴിയിൽ വീഴരുത്. സ്കൂളിലേക്ക് ഈ ഉമ്മ ഈ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ എത്ര കെയർ ആയിട്ട് ഉമ്മ ബാഗ് എടുത്ത് തോളിൽ വെക്കുന്നു, കുഞ്ഞിന്റെ കൈക്ക് പിടിക്കുന്നു. എന്താ പിന്നെ അങ്ങോട്ട് വിട്ടാ പോരെ? എന്തിനാ കൈക്ക് പിടിക്കുന്നത്? അവനെ കുഴിയിൽ വീഴാൻ പാടില്ല, അവൻ താഴെ വീഴാൻ പാടില്ല, റോഡ് മുറിച്ചു കടക്കുമ്പോ വാഹനങ്ങൾ വന്ന് തട്ടാൻ പാടില്ല. വളരെ സൂക്ഷ്മതയോടെ സുരക്ഷയോടെ ആ വാഹനത്തിൽ കയറ്റി വിട്ട് വാഹനം പോകുന്നത് വരെ ഈ ഉമ്മ നോക്കി നിൽക്കുന്നുവെങ്കിൽ ഈ കുട്ടിയോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ ഉമ്മ ഇതിനേക്കാൾ വലിയ നരകത്തിൽ ഈ കുട്ടി പോകാതെ പിടിക്കാൻ അല്ലാഹു പറഞ്ഞത്. ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞത്. ഈ ദുനിയാവിൽ നമ്മുടെ കുട്ടിക്കൊരു ന്യൂനത, ഒരു പരിക്കേൽക്കാതിരിക്കാൻ ഇത്രത്തോളം കെയർ നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ നാളെ ഭയങ്കരമായ വിപത്താണ് വരാൻ പോകുന്ന നരകം. അതിൽ നിന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പിടിച്ചു നിർത്ത്, രക്ഷപ്പെടുത്ത്, സഹായിക്ക്. ഖുർആൻ പറഞ്ഞ വാക്കാ, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. മദ്യപിച്ച് ലക്ക് കെട്ട് വരുന്ന മക്കളെ കുറിച്ച് നമുക്ക് എന്താണ് അഭിപ്രായം? അവരോട് വല്ല ഉപദേശങ്ങൾ നൽകാനുണ്ടോ? അവനെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയുമോ? അവന് ലക്കില്ല, വാപ്പാരാണ് ഉമ്മാരാണെന്ന് പോലും അറിയില്ല. തന്റെ ഉപ്പാന്റെ കയ്യിൽ കിടന്ന് വളർന്നവനാണ്, പക്ഷേ തന്റെ ഉപ്പാന്റെ കയ്യിൽ നിന്ന് കുതറിപ്പോയി കേട്ടോ, അവൻ പിഴച്ചുപോയി. അല്ലാ, അവൻ മദ്യപിച്ച് മതോന്മത്തനായ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉപ്പ എന്ന് വിളിച്ച നാവ് കൊണ്ട് ഉപ്പയെ തെറി വിളിക്കുകയാണ്. നേരെ പോകുന്ന നരകല്ലേ, നേരെ പോകുന്ന നരകമല്ലേ. ഇതാരാണ് ഇതിൽ നിന്ന്, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുക? ഈ ഉപ്പാക്ക് കഴിയുമായിരുന്നു. തുടക്കം മുതലേ ഈ ഉപ്പ ഈ കുട്ടികളുടെ മേൽ ഒരു കെയർ, ഈ ഖുർആനുമായി, ഹദീസുമായി, ദീനുമായി, ശരീഅത്തുമായി, ഇസ്ലാമുമായി, മദ്രസയുമായി ഒരു ബന്ധം പുലർത്തി ആ ഒരു ശൈലിയിൽ ഈ മക്കളെ കൊണ്ടുപോയിരുന്നുവെങ്കിൽ, തുടക്കം മുതലേ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇവൻ ഒരിക്കലും പിഴച്ചു പോകുമായിരുന്നില്ല. ഇന്ന് അവൻ്റെ കയ്യിൽ RDX ഇരിക്കുകയാണ്. ഇന്ന് അവൻ ഇതിങ്ങനെ കണക്കിന്റെ പേരിലാണ് ഉമ്മമാരെ നിങ്ങളുടെ മക്കൾ മദ്യപിച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവനെ സ്വീകരിച്ചിരുത്തി അവർക്ക് ഭക്ഷണം നിങ്ങൾ വിളമ്പിക്കൊടുത്തു. ആ ഒരൊറ്റ പണ്ടൊക്കെ മുതിർന്ന കാരണവന്മാർ നമ്മുടെ വീടിന്റെ പരിസരത്ത് വാപ്പ ഇരുന്ന വിളിച്ചു, ഉമ്മ വാപ്പ ഉണ്ടോ, വാപ്പ ഉണ്ടോ, ഉമ്മ അവിടെ വാതിൽ ഇരിപ്പുണ്ട്, നീ വാ അതിലെ കൂടെ. പിറകിൽ കൂടെ പോയി അടുക്കളുടെ വാതിലിൽ കൂടെ ഉമ്മ തുറന്ന് മെല്ലെ അകത്തേക്ക് കയറ്റി കിടത്തും, മിണ്ടാതെ കിടന്നോളാൻ. ആ കാരണവരിക്കുമ്പോൾ ഒരു പേടിയായിരുന്നു അത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ മുറുക്കാനൊക്കെ മുറുക്കിയ കോളാമ്പിയൊക്കെ എടുത്ത് അങ്ങനെ വെച്ച വടിയൊക്കെ എടുത്ത് വെച്ച് എടുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വാപ്പ അവിടെ ഇരിക്കുന്ന ആരെ പേടിച്ചിട്ട് വേണം, മിണ്ടാതെ പോകണം. മോനാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോയില്ലേ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഏ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണേ, സൂക്ഷിക്കണേ കേട്ടോ. നാളെ അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനെയും കല്ലുകളെയുമാണ്. ഒരു ഭാഗം സ്വർഗ്ഗത്തെ കുറിച്ച് അല്ലാഹു തആല പറയുമ്പോ ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമാ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. ജന്നാത്തു അദ്ൻ,
അതിനെന്ന് പറയുന്ന സ്വർഗം. ഒരു ഭാഗത്ത് നരകത്തെ കുറിച്ചുള്ള ചർച്ച ചെയ്തിട്ട് മറുഭാഗത്ത് അതിനെന്ന് പറയുന്ന സ്വർഗത്തെ പരിചയപ്പെടുത്തുകയാണ്. യദ്ഖുലൂനഹാ, അതിനെന്ന് പറയുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരാണെന്നറിയുവോ? വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, ഭാര്യമാരാണ്, ഭർത്താക്കന്മാരാണ്, അവരുടെ സന്താനങ്ങളാണ്, ഉമ്മമാരാണ്, ഉപ്പമാരാണ്, അവരുടെ അരുമ സന്താനങ്ങളാണ്. അതിനെന്ന സ്വർഗത്തിൽ അവർ പ്രവേശിച്ച് അവിടെ കുശലങ്ങൾ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, ആ സ്വർഗത്തിന്റെ ഓരോ ഉദ്യാനങ്ങളിലൂടെ, ഓരോ വാതിലുകളിലൂടെ മാലാഖമാർ അവരെ അനുമോദിച്ചുകൊണ്ട്, ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, അഭിനന്ദന പ്രവാഹവുമായി അവര് കടന്നു വന്നിട്ട് പറയുകയാ, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ ഭയപ്പെടുമ്പോ അതിൽ കുറച്ച് ത്യാഗങ്ങൾ, അതിൽ കുറച്ച് കഷ്ടങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നില്ലേ? അന്ന് ആ ത്യാഗം സഹിച്ചതിന്റെ പേരിൽ മക്കളെയും മരുമക്കളെയും ചെറുമക്കളെയും നല്ല വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിപ്പിച്ചതിന്റെ പേരിൽ ഇതാ സ്വർഗത്തിന്റെ ഉന്നതമായേക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങൾക്ക് ഞങ്ങളെ നേരുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല. സന്തോഷത്തോടെ നിങ്ങൾ സ്വർഗത്തിൽ അധിവസിക്കണേ. ഞങ്ങൾ പോകട്ടെ. സലാമുൻ അലൈക്കും. സലാം പറഞ്ഞിട്ട് മലക്കൾ അവിടെ നിന്ന് പോവാണ്. ജന്നാത്ത് അദ്ൻ എന്ന് പറയുന്ന സ്വർഗം. രണ്ട് സ്ഥലം അള്ളാഹു പരിചയപ്പെടുത്തി. ഒന്ന് അദ്ൻ എന്ന സ്വർഗം, രണ്ട് നരകം. എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് മാതാപിതാക്കളും മക്കളുമാണ്. അള്ളാഹു സ്വർഗത്തിന്റെ അഹലുകാരാക്കട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കണം. മക്കൾ നിസ്കരിച്ചില്ല എങ്കിൽ ഈ മക്കളെ നിസ്കരിപ്പിക്കാൻ ബാധ്യത വാപ്പാക്കും ഉമ്മാക്കുമാണ്. വാപ്പാക്ക് നിസ്കാരം ഉണ്ടായിട്ട് വേണ്ടേ മക്കൾ നിസ്കരിക്കാൻ. അതല്ലേ രസം, ഏറ്റവും വലിയ രസം അതാണ്. ഈ വാപ്പാക്ക് ഈ നിസ്കാരം കൊണ്ട് വലിയ ഫായിദ ഒന്നുമില്ല. നിസ്കരിക്കാൻ പള്ളിയിൽ ആളുണ്ടോ? സുബൈക്ക് പങ്ക് വിളിച്ച ആളുണ്ടോ? ബാക്കിയുള്ള വഖ്തുകൾക്ക് ആളുണ്ടോ? വലിയ വലിയ പള്ളികളൊക്കെ ഉണ്ടാക്കിയിടും. പള്ളികൾ ഉണ്ടാക്കിയിട്ട് ഒരു മുദർരിസ്, 10-40 മുത്തഅല്ലിമീങ്ങളുള്ള മുദർരിസിനെ തിരക്കിയിട്ട് നടക്കുകയാണ് പള്ളി കമ്മിറ്റിക്കാർ. എന്തെന്നറിയോ? ഞങ്ങൾക്ക് ആർക്ക് നിസ്കരിക്കാൻ വയ്യ, 2 കോടിയുടെ പള്ളിയാണ്, ഈ ഉസ്താദന്മാരും മുത്തഅല്ലിമീങ്ങൾ നിസ്കരിച്ചോട്ടെ. നമ്മൾ വെള്ളിയാഴ്ച വരെ നിസ്കരിക്കാൻ, വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വരെ, ബാക്കിയുള്ള സമയത്ത് അവർ നിസ്കരിച്ചോട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസ് നല്ലപോലെ കേട്ടോ. ഒക്കെ നല്ലതാണ്. ഈ ഖബറും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഖബറിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഖബറിനകത്ത് പോകണോ വേണ്ട എന്നുള്ളത് ആദ്യം തീരുമാനമെടുക്കും. ഈ ഖബറൊക്കെ നല്ലപോലെ ഞാൻ പറഞ്ഞുതരാം, അതൊന്നും എനിക്കൊരു വിഷയമല്ല. നല്ല റാഹത്തായിട്ട് ഇൻഷാല്ലാഹ് പറയാം. പക്ഷെ അതിന് മുമ്പ് ഈ ഖബറിലേക്ക് പോകണോ വേണ്ട എന്നുള്ളത് ആദ്യം ഒരു തീരുമാനം. ഖബർ ചരിത്രം പറയുന്നത് എനിക്കൊരു വലിയ വിഷയമുള്ള കാര്യമല്ല. അതൊക്കെ നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ വാതിൽ പിടിച്ചിട്ട് അന്നനബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖദ ബിഹൽഖതി ബാബിൽ കഅബ, കഅബയുടെ വാതിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ثم اقبل بوجهه على الناس, ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉഗ്ര പ്രഭാഷണം നടത്തുകയും അതിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന മിൻ അശ്റാത്തി സാഅ, ലോകാവസാനത്തിന്റെ അടയാളമാണ് കേട്ടോ. ഒന്നാമതായി നബി തങ്ങൾ പറഞ്ഞത് ഇമാതത്തുസ്സലാ, നമസ്കാരം പാഴാക്കലാണ്. വേണ്ടതുപോലെ നമസ്കാരം നിർവഹിക്കപ്പെടാതിരിക്കലാണ് ഖിയാമത്ത് നാളിന്റെ നമ്പർ 1 ഒന്നാമത്തെ അടയാളം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ വാതിൽ പിടിച്ചിട്ട് ദുആ പറഞ്ഞ സംഭവമാണ്. വാതിൽ വളയം പിടിച്ചിട്ട് ഒന്നാമത്തെ സംഭവം നമസ്കാരം. ധാരാളം മസ്ജിദുകൾ വഴിയോരങ്ങളിൽ അധികരിക്കും. ഒരുപാട് മസ്ജിദുകൾ, മസ്ജിദു തുർഖ്, ഒരുപാട് വഴിയോരങ്ങളിൽ ഇഷ്ടം പോലെ പള്ളികൾ ഉണ്ടാകും. യമുറു റജുലു ബിൽ മസാജിദി, ചെറുപ്പക്കാരാ മസ്ജിദിന്റെ മുറ്റത്തുകൂടെ നടന്നു പോകും. ലാ യുസല്ലി ഫീഹി റകഅത്തൈൻ, ആ പള്ളിയിൽ കയറി 2 റകഅത്ത് അവർ നമസ്കരിക്കുക പോലുമില്ല. 2
2 റക്അത്ത് നിസ്കരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. പള്ളിയുടെ മുന്നിലൂടെ അവർ നടന്നു പോകും. പള്ളിയിൽ ബാങ്ക് വിളിച്ചു, ജമാഅത്ത് നടക്കുന്നു. ലാ യുസല്ലി ഫീഹി റക്അത്തൈൻ, ആ പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാത്ത ഒരു കാലം വന്നാൽ ഇന്ന മിൻ അശ്റാത്തി സാഅ, അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞു. എന്താണത്? യഅതി ഫി ആഖിരി സമാൻ നാസും മിൻ ഉമ്മത്തി, ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തി, ലോകാവസാനത്തിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്ത്യനാളിനോട് അടുപ്പിച്ച് ആഖിർ സമാനിൽ ഒരു വിഭാഗം എൻ്റെ സമുദായത്തിൽ പെട്ടവർ പള്ളിയിലേക്ക് കടന്നു വരും. യഅതൂനൽ മസാജിദ, അവർ മസ്ജിദിലേക്ക് കടന്നു വന്നിട്ട് വയഖഉദൂന ഫീഹാ ഹിലഖൻ ഹിലഖാ, അവർ മസ്ജിദിൽ നമസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ വെളിയിൽ പോയി ഒരു കസേര ഇട്ടിട്ട് ബെഞ്ചിട്ടിട്ട് ആ ഹൗലിന്റെ കരയിലോ കടത്തിണ്ണയിലോ ഹിലഖൻ ഹിലഖാ അവർ വട്ടം കൂടി ഇരുന്നിട്ട് ദിക്റുഹും അദ്ദുനിയാ വഹുബ്ബുദ്ദുനിയാ, അവരുടെ ചർച്ച ദുനിയാവിന്റെ ചർച്ചയാണ്. അവരുടെ ചർച്ച ഈ കമ്മിറ്റിയെ എങ്ങനെ പുകയ്ക്കണം, നമുക്ക് എങ്ങനെ അകത്താകണം, ഇതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാനാണ് ആഖിർ സമാനിൽ ഒരു വിഭാഗം ആളുകൾ നമസ്കരിക്കാൻ പള്ളിയിൽ വരുന്നതെന്ന് ഹബീബായ ഷഫീയായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ? പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിട്ട് പള്ളിയിൽ പോകില്ല. സേനദിനെ വാടാ, നീ എവിടെ പോ, അവിടെ ഇരി. ഇല്ല കാക്ക, എനിക്ക് പോയിട്ട് പ്രാവശ്യം പിന്നെ പോവാടേ, വാ അവിടെ ഇരി, കുറച്ച് കാര്യം പറഞ്ഞിട്ട് വാ. നിസ്കരിച്ച അസർ നിസ്കാരത്തിന്റെ വല്ലവനും കൊടുക്കണ്ടേ? ജുമാ നിസ്കരിച്ചത് വല്ലവരും കൊടുക്കണ്ടേ? മഗ്‌രിബ് നിസ്കരിച്ചത് വല്ലവരും കൊടുക്കണ്ടേ? ആഖിർ സമാനിൽ ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടാകും. പള്ളിയുടെ വാതിൽക്കൽ വന്ന് നിസ്കരിച്ചിട്ട് വട്ടം കൂടി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ദിക്റുഹും അദ്ദുനിയാ വഹുബ്ബുദ്ദുനിയാ, അവരുടെ ചർച്ച ദുനിയാവാണ്, ദുനിയാവിൻ്റെ അത്യാഗ്രഹമാണ്, അധികാരമോഹമാണ്. ഈ ഖജനാവിൻ്റെ താക്കോൽ എങ്ങനെ അളിയാ നമുക്ക് പിടിക്കാൻ പറ്റും, അതിന് എന്ത് പരിഹാരമാണ്, എന്ത് വഴിയാണ് സ്വീകരിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ളവരോടൊപ്പം ലാ തുജാലിസൂഹും, നിങ്ങൾ അവരോടൊപ്പം പോയി ഇരിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി അവരവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ പോയി ഇരിക്കരുത്. ഫലൈസ ലില്ലാഹി ബിഹിം ഹാജ, അവർ പള്ളിയിൽ വരുന്നത് കൊണ്ടോ നമസ്കരിക്കുന്നത് കൊണ്ടോ അള്ളാഹ്ക്ക് യാതൊരു പുണ്യവുമില്ല, ഒരു ഗുണവുമില്ല. വെറുതെ ബെസ്റ്റ്, വെറുതെ വന്ന് നിസ്കരിച്ചിട്ട് പോകും. ഇങ്ങനെയുള്ള നിസ്കാരം എന്തിനാണ്? ഇങ്ങനെയുള്ള നമസ്കാരം നമുക്കുണ്ട്. നമ്മൾ നമസ്കരിക്കുന്നത് എന്തിനാണ്? ഖബറിൽ സന്തോഷമായിട്ട് പോകാനാണ്, കെലിമ ചൊല്ലി മരിക്കാനാണ്, സന്തോഷത്തോടെ മരിക്കാനാണ്, മാതാപിതാക്കൾ മക്കളോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാനാണ്. അതിനാണ് ഞാൻ നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബറിലെ ചോദ്യം കഴിഞ്ഞാൽ കർമ്മങ്ങളിൽ വെച്ച് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. അവന് ആ ഖബറിലെ ചോദ്യത്തിൽ നമസ്കാരമുണ്ടോ, ഫമാ ബഅദഹു ഐസർ, പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം അവന് എളുപ്പമാണ്. അവിടെ നമസ്കാരമില്ലയോ, ഫമാ ബഅദഹു അശദ്ദു, പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം അവന് ദുർഘടമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമസ്കാരമുള്ളവനായി ഒതുവോടുകൂടി നമസ്കാരത്തിൽ നിന്ന് വീണ് മരണപ്പെടുകയാണെങ്കിൽ ഹുസ്നുൽ ഖാത്തിമ, ഒരു നല്ല അമൽ ചെയ്തുകൊണ്ട് മരിച്ചാൽ അവൻ്റെ അന്ത്യം നല്ലതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വെള്ളം അടിച്ചിട്ട് വരുന്ന സമയത്ത് അങ്ങനെ മരിച്ചുപോയ നഊദുബില്ല, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പന്ത് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വയലിൻ്റെ സദസ്സിൽ ഇരുന്നാൽ അൽഹംദുലില്ലാ മരിച്ച സ്വർഗം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖബറിനകത്ത് നമുക്ക് പ്രയോജനമുണ്ടാകുന്ന കാര്യം ഒന്ന്, നമ്മൾ ഈ പറയുന്ന ഇൽമ്, ഉസ്താദന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൽമ്, മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൽമ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔ തറക്തും വലദൻ സ്വാലിഹ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സ്വാലിഹായ സന്താനം. ഈ സ്വാലിഹായ സന്താനത്തിനെ വിട്ടിട്ടാണ് ഒരു വാപ്പയും ഉമ്മയും മരിച്ചതെങ്കിൽ അൽഹംദുലില്ലാ അവരുടെ ദുആ ആ ഖബറിൽ കിട്ടിക്കൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി മക്കളെയൊക്കെ നിസ്കരിപ്പിക്കുവോ? എൻ്റെ ഒരു ഉഷാറില്ലാത്ത വേണമെങ്കിൽ മതി, എനിക്ക് വലിയ നിർബന്ധം. എൻ്റെ മക്കളെ ഞാൻ നിസ്കരിപ്പിക്കുന്നുണ്ട്.
നമ്മുടെ മക്കളെ നമുക്ക് സ്വർഗത്തിൽ അതിനെന്ന് സ്വർഗത്തിൽ ലഭിക്കണമെന്ന് നമുക്ക് ആഗ്രഹവും ഖബറിൽ സന്തോഷകരമായ ജീവിതം നമുക്ക് ലഭിക്കണമെന്നും സന്തോഷത്തോടുകൂടി സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കണമെന്നും കൊതിയുള്ളവർ നമസ്കാരം നിലനിർത്തുകയും ആ നമസ്കാരത്തിൽ തൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ടു നമസ്കരിപ്പിക്കുകയും നമസ്കാരത്തിനോട് താല്പര്യമുള്ളവരാക്കുകയും ചെയ്യണം. എങ്കിലേ നമുക്ക് നല്ലൊരു മരണം സാധ്യമാവും. ഇല്ലെങ്കിൽ വല്ലാഹി നല്ല ഒരു മരണം പ്രതീക്ഷിക്കേണ്ട. ഇസ്ലാമിക നിലപാടാണിത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടാണിത്. നമുക്ക് സ്വസ്ഥമായിട്ട് സന്തോഷത്തോടെ മരിക്കണം. നിങ്ങളൊക്കെ വിചാരിക്കുക എല്ലാം കൂടെ മരിച്ച് എല്ലാം കൂടി യാസീനൊക്കെ ഒരു ദുആ ഇരുന്ന് കബറി കൊണ്ടുവച്ചാൽ എല്ലാം റാഹത്താവുമെന്ന്. അത് നമ്മുടെ ഒരു വിശ്വാസം. പക്ഷേ പോയി കിടക്കുന്നവനെ അറിയുള്ളൂ എന്താ അനുഭവിക്കാൻ പോകുന്നെന്നുള്ളത്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ അബീ സിനാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തൊക്കെ മരണപ്പെട്ടു പോയാൽ അവരെയൊക്കെ സ്വപ്നത്തിൽ കാണും. അപ്പോൾ ചോദിക്കും എങ്ങനെയുണ്ട് ഖബർ ജീവിതം എന്നൊക്കെ ചോദിക്കും. ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ അബീ സിനാൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു പോയി. 60 വയസ്സ് വരെ അദ്ദേഹം ഈ ദുനിയാവിൽ ജീവിച്ച മനുഷ്യനാണ്. 60 വയസ്സ് വരെ ജീവിച്ചു. ലാ യനാമു, അദ്ദേഹം നല്ല ഒരു മെത്തയിൽ കിടന്ന് അദ്ദേഹം ഉറങ്ങിയിട്ടില്ല പേടിച്ചിട്ട്. വലാ യശ്റബു ബാരിദ ലാ യനാമു മൽജഅ, അദ്ദേഹം നല്ല ഒരു മെത്തയിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല. കാരണം അള്ളാഹെ പേടിച്ചിട്ട് പഠിച്ചോനെ കബറി കിടക്കാനുള്ളതാണല്ലോ. നമ്മളിന്നൊക്കെ പെണ്ണുമ്പിള്ളമാർ പറഞ്ഞ് ഇത്രയും പൊക്കമുള്ള മെത്ത വേണമെന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഇത്രയേ ഉള്ളായിരുന്നു. അത് പോരാ, ഒന്നും പോരാ, ഇത്രയും വേണം, എന്നാലേ നമുക്ക് ഇങ്ങനെ പൊങ്ങാൻ പറ്റത്തുള്ളൂ, പൊങ്ങിച്ചാടാൻ പറ്റുള്ളൂ എന്നാണ്. സ്പ്രിങ് ഒക്കെ വേണമെന്നാണ് പറയുന്നത്. ഇത്രയും മെത്ത ഉള്ളു, ഇത്രയും കട്ടിയുള്ള അങ്ങനെയൊക്കെയുള്ള മെത്തയുണ്ട് ഇപ്പോൾ ഇല്ലേ, സ്പ്രിങ്. പിന്നെ മസാജ് ചെയ്യുന്ന മെത്തയുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങ് കിടന്നു കൊടുത്താൽ മതി. ഇങ്ങനെ ഇതൊക്കെ സുഖ പഠിച്ചവന്. ക്ലോസറ്റ്, മസാജ് ചെയ്യുന്ന ക്ലോസറ്റ് മൊത്തം കറണ്ട് അടിച്ചാൽ കാണും കക്കൂസി കിടന്ന് ചാവാതിരിക്കട്ടെ, അള്ളാഹ് കാക്കട്ടെ. ക്ലോസറ്റ് അപ്പം അങ്ങനെയുള്ള 60,000 70,000 1 ലക്ഷം രൂപയുടെയൊക്കെ ക്ലോസറ്റ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പെണ്ണുങ്ങളൊക്കെ പോവാന്ന്. അതെല്ലാം വാത് കഴിഞ്ഞൊന്നുമില്ല കേട്ടോ, അവരെല്ലാം അവരെ പാട്ടിന് പോയി. ഇതിപ്പോൾ കേട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇത്രയൊക്കെ കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവരവരുടെ പാട്ടിന് പോവാണ്. എന്തിനാ മക്കളെ നന്നാക്കണമെന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഇനിയും നന്നാവാനൊന്നും പോകുന്നില്ല, എന്നെ തള്ളണ്ട അമ്മാവ, ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞിട്ട് അവരവരുടെ പാട്ടിന് പോവാണ്. പോകുന്നവർക്കൊന്നും ദുആ ഇല്ല, ഇരിക്കുന്നവർക്ക് ദുആ ഉള്ളൂ. അത് നിർത്താൻ പോവാ. കാരണം അത് പന്തുകളുടെ സമയം തോന്നില്ലയോ. അപ്പം ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ അബീ സിനാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം 60 വയസ്സ് വരെ ദുനിയാവിൽ ജീവിച്ചു. ലാ യനാമു മൽജഅൻ, അദ്ദേഹം മെത്തയിൽ കിടന്നിട്ടില്ല പേടിച്ചിട്ട്. വലാ യശ്റബു ബാരിദ, തണുത്ത വെള്ളം കുടിച്ചിട്ടില്ല. കാരണം ഹിസാബ് ഉണ്ടാകും, നാളെ ആഖിറത്തിൽ ചോദ്യം ഉണ്ടാകുമെന്ന് കരുതി. ലാ യശ്റബു ബാരിദൻ വലാ യഅകുലു സമീന, കൊഴുപ്പുള്ള ഭക്ഷണം, അതായത് നമ്മളെ പോലെ നല്ല റോസ്റ്റ്. എന്താ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്ര ആൾക്കാരെ കിട്ടിയ തന്നെ വലിയ കാര്യമാണ് ഇവിടെ. ഇതൊക്കെ അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് കൂടുതലാണ് ഈ ആളുകൾ. നമ്മൾ ഓരോ മജ്‌ലിസുകളും കണ്ടു വരുന്നതല്ലേ. ഈ ഏരിയയിൽ ഈ അപേക്ഷിച്ചിടത്തോളം ഇത്ര ആളുകളെ കിട്ടാത്ത പറഞ്ഞാൽ ഭയങ്കര കാര്യം തന്നെയാണ്. ആളുകളൊന്നും കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചുമ്മാ 10,000 1000 കൂട്ടി ഭയങ്കര ആൾ. അത് നിങ്ങൾക്ക് ഗുണമുണ്ടാകും, ബക്കറ്റ് പൈസ കിട്ടും. പക്ഷേ ആഖിറത്തിൽ ഗുണമുള്ളത് ഈ 10 പേര് 20 പേര് 50 പേര് 100 പേര് ഇരുന്ന് സമാധാനമായിട്ട് കുറച്ച് കാര്യം കേട്ടാൽ അൽഹംദുലില്ലാ, അത് എന്തെങ്കിലും നമുക്ക് അമൽ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലത്. വെറുതെ കുറേ ആളുകൾ കൂടി അവിടെ ആംപ്ലേറ്റും അടിച്ച് അവിടെ ബുൾസൈ അടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കും. അതിനെക്കാട്ടിൽ നല്ല ഇത്രയും പേര് പോരെ. ഇതല്ലേ ഖൈറ്. എനിക്ക് ഭയങ്കര റാഹത്തായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ആൾ കൂടുതലല്ല വിഷയം, ആൾ കൂടിയാലൊന്നും പാമ്പ് ചാവൂല. അപ്പം ഇദ്ദേഹം 60 വയസ്സ് വരെ ജീവിച്ചു, അങ്ങനെ മരണപ്പെട്ടു. അദ്ദേഹം അങ്ങനെ ഖബറിൽ കിടന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ സ്വപ്നത്തിൽ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്, അങ്ങേ എന്താണ്, അള്ളാഹു എന്തായിരുന്നു അങ്ങയോടുള്ള നിലപാട്? അദ്ദേഹം പറയുകയാണ്, സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നു, ഇന്നി മഹ്ബൂസുൻ അനിൽ ജന്ന, സ്വർഗത്തിൽ എനിക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയില്ല. ബാക്കിയൊക്കെ ഖൈറ, എല്ലാം നല്ലതാണ്, എല്ലാം വളരെ റാഹത്തായിരുന്നു. പക്ഷെ എനിക്ക് സ്വർഗത്തിലോട്ട് കടക്കാൻ കഴിയുന്നില്ല. എന്തേ? അൻ ഇബ്റത്തിൻ, ഒരു സൂചിയുടെ പേരിൽ. ഞാനത് അയൽപക്കത്തുള്ള ഒരാളിൽ നിന്ന് കടം വാങ്ങി, ഫലമറുദ്ദഹായിലേ, അത് ഞാൻ മടക്കി കൊടുക്കാൻ മറന്നുപോയി. ഒരു സൂചി വാങ്ങി, 2 രൂപയുടെ സൂചി അയൽപക്കത്തുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങി. പക്ഷെ അത് മടക്കി കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ
ഞാനിപ്പോൾ സ്വർഗത്തിൽ കയറാൻ പറ്റാതെ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ കാര്യം റാഹത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബീ സിനാൻ. ഒന്നാലോചിച്ച് നോക്കി, ഒരു സൂചി ആർക്കെല്ലാം വല്ല വിലയുണ്ടോ? 2 രൂപയുടെ ഒരു സൂചി. എന്തിടെ 2 രൂപയുടെ ഒരു സൂചി വലിയ കാര്യമില്ല. 2 അല്ല, 1 രൂപ, ഒരു ഹലാല, ഒരു പൈസയുടെ ബാക്കി മറ്റുള്ളവൻ്റെ നമ്മുടെ കയ്യിലുണ്ടോ? അത് നമ്മൾ കൊടുക്കാതെ മരിച്ചുപോയോ, ഖബറിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റൂല. നമ്മളൊക്കെ കരുതെന്താ, വല്ലവനും പള്ളിയിൽ നിന്ന് ചെരുപ്പെടുത്തുകൊണ്ട് പോയാൽ അതുമായിട്ട് അവനോട് വരണം. നമുക്കൊക്കെ രസമായിരിക്കും നോക്കുമ്പോൾ ഒരു ചെരുപ്പ് കൊള്ളാം, പള്ളിയിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഏതെങ്കിലും സാധനം, പള്ളിയുടെ കാണിക്ക വഞ്ചിയിടാനുള്ള പൈസ ആയിരിക്കും. ഇപ്പം നോക്കും, അങ്ങോട്ടോ കറങ്ങി നോക്കിയിട്ട് പള്ളിയിൽ എടുത്തിട്ട് പോക്കറ്റ് 50 പൈസ 1 രൂപ ആണെങ്കിൽ എടുത്ത് കാണിക്ക വഞ്ചിയിടും. 500 നോട്ടാണെങ്കിൽ അവിടെ. ഈ മജ്ലിസിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളെ ഒരാളെയും പിഴപ്പിക്കാതെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ മക്കളാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിച്ച് ദുനിയാവിലും ആഖിറത്തിലും ഇന്ന് കുടുംബത്തോടൊപ്പം എങ്ങനെ കഴിയുന്നു അതേപോലെ സ്വർഗത്തിൽ ജന്നാത്തു അദ്നിൽ കഴിയാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.